സംശയച്ഛേദാരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം പദ്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്കിന്ന് വായിക്കാനുള്ളത് എൻ്റെ പുസ്തകത്തിലെ 87-ാമത്തേതും നിങ്ങളുടെ പുസ്തകത്തിലെ 24-ാമത്തേതുമായ പദ്യമാണ്. അറിവും അറിവാനും അറിയാമലയും അറിയിറ്റടയേതവർക്ക് പെരിവരോ ആകായം ശൂറൈകൊളിൽ അഞ്ചി അടുക്കളയ്ക്കുൾ പോഹാതു പോലാം പൊരുൾ. മലയാളത്തിലുള്ള അടുക്കളയൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ. തമിഴിലും അടുക്കള തന്നെയാണ്. അറിവും അറിവാനും അറിയാമലയും. അറിവും മലയാളത്തിലെ അറിവും, അറിവാനും അറിയുന്നവനും. അറിവാൻ എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ. അപ്പൊ അറിവും അറിയുന്നവനും അറിയാമലയും അറിയാതിരിക്കുന്ന സ്ഥിതിയും അഥവാ അജ്ഞാനവും. അറിയുക, അറിയാതിരിക്കുക, അറിയുന്നവൻ എന്നുള്ള സ്ഥിതിയും അറിയിറ്റടയേതവർക്ക്. അറിയിൻ ഈ മൂന്നിനെയും അറിയുന്നവർക്ക് തടൈ ഏത് അവർക്ക്. അങ്ങനെയുള്ളവർക്ക് എന്താണ് തടസ്സം? ആർക്ക് തടസ്സം ഇല്ല എന്നാണ് പറയുന്നത്? അറിവിനെയും അറിവില്ലായ്മയായ അജ്ഞാനത്തെയും അറിയുന്നവനെയും എന്ന് പറഞ്ഞാൽ ജീവനെയും അഥവാ വ്യക്തിയെയും അറിയിൻ അറിഞ്ഞാൽ, ഈ മൂന്ന് കാര്യം അറിഞ്ഞാൽ തടയേത് അവർക്ക്. അവർക്ക് എന്താണ് തടസ്സം എന്ന് പറഞ്ഞാൽ ഈ മൂന്നിനെയും അറിഞ്ഞാൽ അറിവ് അവസാനിച്ചു എന്ന്. ഇനി ഒന്നും അറിയാനില്ല. ഈ വിഷയജ്ഞാനത്തിൽ എന്താ സംഭവിക്കുന്നത്? പലതിനെയും നാം അറിയുന്നു. നാം എന്ന് പറഞ്ഞാൽ ഓരോ ശരീരത്തിലും ഞാനെന്ന് അഭിമാനിക്കുന്ന വ്യക്തി. ആ വ്യക്തി പലതിനെയും അറിയുന്നു, പക്ഷെ അയാൾക്ക് അയാളെ അറിയില്ല. അവിടെ ആത്മജ്ഞാനത്തിന്റെ കുറവുണ്ടെന്നാണ്. അറിയുന്നവനെ കുറിച്ചുള്ള അറിവില്ല, അതാണ് ദോഷം. അറിയപ്പെടുന്നതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് പ്രയോജനം? ദൃശ്യം, കാഴ്ച, ജ്ഞേയം അതറിഞ്ഞത് കൊണ്ട് കാര്യമില്ല. അറിയുന്നവനെ കുറിച്ചുള്ള അറിവല്ലേ ആദ്യം നേടേണ്ടത്. അപ്പോൾ ആ കാര്യത്തിൽ നമ്മളെല്ലാവരും ഒരുപോലെ പരാജയപ്പെട്ടിരിക്കുന്നു. നമ്മളൊക്കെ തോറ്റുപോയി അവിടെ. അറിയുന്നവനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. അറിയുന്നവനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടുന്നതിൻ്റെയൊക്കെ രഹസ്യവും മനസ്സിലാകും. ഈ അറിയുന്നവനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് അഥവാ ജ്ഞാത, ജീവൻ. ആ ജീവൻ എന്താണ് എന്നുള്ളത് മനസ്സിലാകാത്തത് കൊണ്ടാണ് അറിയപ്പെടുന്നതിൻ്റെയും രഹസ്യം മനസ്സിലാകാത്തത്. പ്രപഞ്ചത്തിന്റെ ഉത്പത്തി അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആധുനിക ശാസ്ത്രലോകം. എവിടെ നിന്ന് വന്നു പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താ? അഞ്ചിന്ദ്രിയങ്ങളും മനസ്സും കൊണ്ട് ഗ്രഹിക്കപ്പെടുന്ന ലോകം, അതാണല്ലോ പ്രപഞ്ചം. അറിയുന്നവനെ മനസ്സിലാക്കുന്നില്ല. അറിയുന്നവനെ മനസ്സിലാക്കിയാൽ പ്രപഞ്ചവും ഈ അറിയുന്നവൻ തന്നെ. അറിയുന്നവൻ ആരാ? ബോധം, ചിത്ത്. ഈ ചിത്ത് അറിയുന്നവനുമല്ല അറിയപ്പെടുന്നതുമല്ല എന്നാണല്ലോ ഇതിനു മുമ്പ് പറഞ്ഞത്. അതെ, ജീവൻ ആണ് പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത്. ആ ജീവന്റെ യഥാർത്ഥ സ്വരൂപം ബ്രഹ്മമാണ്. ആ അറിവ് നേടിക്കഴിഞ്ഞാൽ ഈ അറിയപ്പെടുന്ന പ്രപഞ്ചവും ബ്രഹ്മമായി മാറും. ബ്രഹ്മം തന്നെയാണ്, മാറുകയില്ല. ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചമായിരിക്കുന്നത്. ബ്രഹ്മം തന്നെയാണ് എൻ്റെ ഉള്ളിൽ അറിയുന്നവനായിരിക്കുന്നത്. ഇനിയിപ്പോ എന്താ അറിയാനുള്ളത്? അറിവിന്റെ മണ്ഡലത്തില് രണ്ട് ഘടകങ്ങളേ ഉള്ളൂ: അറിയുന്നവൻ, അറിയപ്പെടുന്നത്. ഈ രണ്ടല്ലാതെ മൂന്നാമതൊന്നില്ല. ഈ അറിവ് എന്ന് പറഞ്ഞ് മൂന്നാമതൊരംഗം ഉണ്ടല്ലോ ത്രിപുടിയിൽ. ആ അറിവ് അറിയുന്നവനാണ്. അറിയുന്നവനാണ് അറിയപ്പെടുന്നതിനെ കുറിച്ചുള്ള അറിവ്. വാസ്തവത്തിൽ എന്താ? ദ്രഷ്ട ദൃശ്യം, ജ്ഞാത ജ്ഞേയം. കാണുന്നവൻ, കാണപ്പെടുന്നത് അല്ലെങ്കിൽ കാണപ്പെടുന്നവ. ഈ രണ്ട് ഘടകങ്ങളേ ഉള്ളൂ. കാണുന്നവൻ ദൃശ്യത്തെ അറിയുമ്പോൾ അയാൾക്ക് കിട്ടുന്നതാണ് അറിവ്. അതിനെ മാറ്റി നിർത്തും.
ആ ജ്ഞാനം എന്നുള്ളതിനെ മാറ്റി നിർത്തും. പ്രധാനപ്പെട്ട രണ്ട് ഘടകമേ ഉള്ളൂ: അറിയുന്നവൻ, അറിയപ്പെടുന്നത്. അറിയുന്നവനെ കുറിച്ചുള്ള അറിവ് നേടിയാൽ, അറിയുന്നവനാര് എന്ന് പറഞ്ഞാൽ ഈ ഞാൻ ആര് എന്നുള്ള അറിവ് നേടിയാൽ അറിയപ്പെടുന്നതിൻ്റെയൊക്കെ രഹസ്യം പിടികിട്ടും. അല്ലെങ്കിൽ ഒരിക്കലും പിടികിട്ടില്ല. അതുകൊണ്ടാണ് പുറത്തന്വേഷിക്കേണ്ട, കിട്ടില്ല. പ്രപഞ്ചത്തിന്റെ രഹസ്യം പ്രപഞ്ചത്തെ അനുഭവിക്കുന്നവനിലാണ് എന്ന് ആവർത്തിച്ച് രമണ മഹർഷിയെ പോലെയുള്ളവർ പറയുന്നത് ഇതുകൊണ്ടാണ്. ദൃശ്യം ദ്രഷ്ടാവിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെയും അതേ കാര്യം പറയുന്നത്. അറിവും അറിവാനും അറിയാമലയും. ഇനി ഒന്നും അറിയാത്ത അവസ്ഥയുണ്ട്, സുഷുപ്തി പോലെ, സുഷുപ്തി എന്നുള്ള അവസ്ഥ. ഇനി അഥവാ ഭൗതിക ജ്ഞാനത്തെ തന്നെ എടുത്താൽ നമുക്ക് അറിയാവുന്നവയോ കൂടുതൽ, അറിയപ്പെടാത്തവയോ കൂടുതൽ. അറിയപ്പെടാത്തതാണ് എന്നും കൂടുതൽ. കറ്റത് കൈമണ്ണളവ്, കല്ലാതത് ഉലകളവ് എന്നാണ്. കർക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കുക, മനസ്സിലാക്കുക എന്നാണ്. എപ്പോഴും മനസ്സിലാക്കിയതിൻ്റെ എത്രയോ ഇരട്ടി മനസ്സിലാക്കപ്പെടാതെ ബാക്കിയുണ്ടാവും. അറിവ് ഒരിടത്തും അവസാനിക്കുന്നില്ല. പക്ഷെ വേദാന്തത്തിൽ അറിവ് അവസാനിക്കും. ആ വാക്കിന്റെ തന്നെ അർത്ഥം വേദ അന്തം എന്നാണ്. അറിവിന്റെ അവസാനം. അറിവ് എപ്പോഴാണ് അവസാനിക്കുന്നത്? നമുക്ക് തോന്നുന്നത് അറിയുന്നവൻ ഇല്ലാതായാൽ അറിവ് അവസാനിക്കും. അറിയുന്നവനെ, ഈ വ്യക്തി ഉണ്ടല്ലോ, അയാൾ ചത്തുപോവുകയോ അല്ലെങ്കിൽ അയാൾ ഇല്ലാതാവുകയോ ചെയ്താൽ അറിവ് അവസാനിക്കുന്നു. അറിവൊന്നും അവസാനിക്കില്ല. അറിയുന്നവനെ അറിഞ്ഞാൽ അവിടെ അറിവ് അവസാനിക്കും. എന്തുകൊണ്ട്? അതാണ് അവസാനത്തെ പോയിന്റ്, ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. അറിയുന്നവനെ കുറിച്ചുള്ള അറിവ്, അത് നേടിക്കഴിഞ്ഞാൽ എല്ലാം മനസ്സിലായി എന്ന് നമുക്ക് പറയാം. ആ അറിവിന്റെ അഭാവത്തിൽ പുറത്ത് എന്തിനെയൊക്കെ മനസ്സിലാക്കിയാലും അറിവ് അവസാനിക്കില്ല. കാരണം പുറത്ത് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം അനന്തമാണ്. മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ളതിൻ്റെ എത്രയോ ഇരട്ടി ഇപ്പോഴും പ്രപഞ്ചത്തിൽ കണ്ടുപിടിക്കപ്പെടാതെ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ എങ്ങനെയാ പുറത്തന്വേഷിച്ചാൽ ഒരാളുടെ അറിവ് അവസാനിക്കുക? സാധ്യമല്ല. അതുകൊണ്ട് പുറമേ അന്വേഷിച്ചാൽ അറിവിന് അറുതി വരില്ല. അറിവിന് അറുതി വരണമെങ്കിൽ അറിയുന്നവനെ കുറിച്ചുള്ള അറിവ് നേടണം. അറിയുന്നവനാരാ? ഓരോ ശരീരത്തിലും ഉള്ള ഞാൻ. അതാരാണ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് പിടികിട്ടിയാൽ അറിവിന് അവസാനമായി. എങ്ങനെ അറിവ് അവസാനിക്കും? ഇത് തന്നെയല്ല. അത് ഈ ഞാനിനെ മനസ്സിലാക്കുമ്പോഴാണ് ആ സത്യം നമുക്ക് പിടികിട്ടുന്നത്. ഞാൻ ആര് എന്നുള്ളതിനെ അന്വേഷിച്ച് വിശകലനം ചെയ്ത് ഉള്ളിലേക്ക് തിരിയുമ്പോഴാണല്ലോ ആത്മാവ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. ആ ആത്മാവ് തന്നെയാണല്ലോ പുറമേ കാണുന്ന എല്ലാം. അപ്പോൾ ആ ആത്മാവിനെ അന്തർമുഖമായി അന്വേഷിച്ച് അതിനെക്കുറിച്ചുള്ള ജ്ഞാനം നേടിയ ഒരാൾക്ക് എല്ലാ അറിവും കിട്ടി. ഏതാ? പുറത്തുള്ളതൊക്കെ വെറും നാമരൂപങ്ങൾ. ബോധം സത്യം. അത് തന്നെയാണ് എൻ്റെ ഉള്ളിൽ ഞാനായി പ്രകാശിക്കുന്നത്. ഇനി എന്തറിയാനുണ്ട്? അറിവ് അവസാനിച്ചില്ലേ ഇവിടെ? ഒന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടു. പക്ഷെ ആ ഒന്ന് ഏത്? ഉപനിഷത്തുകൾ കാണിച്ചു തരുന്ന ബ്രഹ്മം എന്ന് പറയുന്ന സത്യം. ആ ഒന്നിനെ അറിഞ്ഞാലേ എല്ലാം അറിയപ്പെട്ടതായിത്തീരും. അല്ലാതെ മറ്റ് ഒന്നുകളെ എന്ന് പറഞ്ഞാൽ പലതെന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകൾ, കുറെ ഒന്നുകൾ ചേർന്നതാണല്ലോ. ആ ഒന്നുകളെ, കൊച്ചുകൊച്ചൊന്നുകളെ മനസ്സിലാക്കിയത് കൊണ്ട് വലിയ ഒന്നായ ഞാൻ അറിയപ്പെടില്ല. ആ വലിയ ഒന്നിനെ എന്ന് പറഞ്ഞാൽ ദ്രഷ്ടാവിനെ സാക്ഷാത്കരിച്ചാൽ, അതിൻ്റെ സ്വരൂപത്തെ കണ്ടെത്തിയാൽ കൊച്ചു കൊച്ചു ഒന്നുകളുടെ എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ഘടകങ്ങളുടെ രഹസ്യം വെളിവാകും. അറിവും അറിവാനും അറിയാമലയും. ഒന്നും അറിയപ്പെടാതിരിക്കുന്ന അവസ്ഥയുണ്ട്, അത് സുഷുപ്തി. ജാഗ്രത്തിൽ തന്നെ നമുക്ക് പലതിനെ കുറിച്ചും അറിവില്ല. ഈ ലോകത്തിൽ എന്തൊക്കെയോ ഉണ്ട്, അതൊന്നും നമ്മൾ അറിയുന്നില്ല. ഈ സ്ഥിതികളെല്ലാം അറിവും അറിയുന്നവനും അജ്ഞാനവും അറിഞ്ഞാൽ തടയേത് അവർക്ക്. അയാളുടെ അറിവ് ഏകവും അനുസ്യൂതവും വ്യാപകവുമായിത്തീരും. ഈ അറിവെങ്ങനെയാ വ്യാപകമാകുന്നത്? എല്ലാം ഒന്നിന്റെ പ്രകടനം. ആ അറിവ് പ്രപഞ്ചരൂപത്തിൽ അനന്തമാണ്. പക്ഷെ അതിൻ്റെ സാരം അതൊക്കെ ബ്രഹ്മമാണ് എന്നുള്ള അറിവ് നേടിക്കഴിഞ്ഞാൽ അറിവ് അവസാനിച്ചു. അങ്ങനെയുള്ള ഒരാൾക്ക് എന്തിനെ കുറിച്ചുമുള്ള അറിവുണ്ടാവും ഭൗതികമായി. അവരെയാണല്ലോ നമ്മൾ സത്യദർശികൾ
അവർക്ക് ഭൂതം, ഭാവി, വർത്തമാനം 3 കാലങ്ങളിലുള്ളതിനെയും അവർക്കറിയാം. അവർക്കറിഞ്ഞുകൂടാത്ത ഒന്നുമില്ല. എന്തുകൊണ്ട്? എല്ലാമായി തീർന്നിരിക്കുന്ന ഒന്നിനെ അവരറിഞ്ഞു. ആ അറിവിൽ എല്ലാ കൊച്ചു കൊച്ചറിവുകളും അന്തർഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ സത്യദർശികൾക്ക് അറിഞ്ഞുകൂടാത്തതായി യാതൊന്നുമില്ല. അങ്ങനെയുള്ള ജ്ഞാനം നേടിയവർക്ക് തടയേത്? അവർക്ക് എന്താണ് ഒരു തടസ്സം? അവരുടെ അറിവിനെ തടസ്സം ചെയ്യാൻ ദേശകാലങ്ങൾക്ക് കഴിവില്ല. നമ്മുടെ അറിവൊക്കെ ദേശകാലങ്ങൾക്കുള്ളിലാണ്. എനിക്കിപ്പോൾ ഇവിടുന്ന് എൻ്റെ ദൃഷ്ടി പതിയുന്നത് വരെയുള്ള സ്ഥലം കാണാം. അതിനപ്പുറത്തോ അമേരിക്ക, അവിടെ എന്താ ഇപ്പം സംഭവിക്കുന്നത്? ഇവിടുന്ന് കാണാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? ദേശമറൈ, കാലമറൈ. നമ്മൾ കഴിഞ്ഞ ദിവസമോ അതിൻ്റെ മുമ്പിലത്തെ ദിവസമോ വായിച്ചതാണ്. ദേശവും കാലവും ഈ അനുസ്യൂതമായ അറിവിനെ മറച്ചിരിക്കുന്നു. ആ മറ പുറത്തല്ല, അകത്താണ്. ആ അജ്ഞാന മറയെ നീക്കിയാൽ ദേശകാലങ്ങൾ പിന്നെ ഒരു തടസ്സമല്ല. കഴിഞ്ഞതും ഇപ്പോഴുള്ളതും വരാൻ പോകുന്നതുമായ എല്ലാം അറിയാൻ കഴിയും. പക്ഷേ അങ്ങനെ ഭൂതം, ഭാവി, വർത്തമാനം അറിയുന്നതല്ല ആത്മജ്ഞാനം. അറിയുന്നവനെ കുറിച്ചുള്ള അറിവ്, ആ അറിവിൽ എല്ലാ അറിവുകളും അന്തർഭവിച്ചിരിക്കുന്നു എന്നാണ്. പിറിവരോ, അങ്ങനെ ഒരു സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് പിരിയുമോ, വേർപെടുമോ? അതിൽ നിന്നൊരു വിയോഗം ആ അറിയുന്നവന് സംഭവിക്കുമോ? സംഭവിക്കില്ല. സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞവന് സത്യത്തിൽ നിന്നൊരു വിയോഗം സംഭവിക്കില്ല. എന്ന് പറഞ്ഞാൽ, സത്യം എന്ന് പറഞ്ഞാൽ എന്താ? നാശമില്ലാത്തത്. അവന് നാശമില്ല എന്നർത്ഥം. സത്യത്തിൽ നിന്ന് വിയോഗം സംഭവിക്കുക, വേർപാട് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നിന്ന് അകലുക എന്ന് പറഞ്ഞാൽ അസത്യമാവുക. സത്തെന്ന് പറഞ്ഞാൽ നശിക്കാത്തത്, അസത്യം നശിക്കുന്നത്. അപ്പോൾ ഇയാൾ നശിക്കുന്നവനാവും എപ്പോ? സത്യത്തിൽ നിന്ന് അകന്നാൽ. സത്യത്തെ സാക്ഷാത്കരിച്ചവൻ സത്യത്തിൽ നിന്ന് അകലുന്നില്ല എന്നാണ് പറയുന്നത്. അയാൾ എന്നും സത്യമായി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞാൽ ശാശ്വതമായ സ്ഥിതിയോട് കൂടിയവനായിരിക്കുന്നു, അമരനായി തീരുന്നു എന്നർത്ഥം. അയാൾക്ക് മരണമില്ല. എന്തുകൊണ്ട്? താൻ മരണമില്ലാത്ത സത്യമാണ് എന്ന് അയാൾ കണ്ടെത്തിയിരിക്കുന്നു. പിരിവരോ ആഹായം ശൂറൈക്കുള്ളിൽ അഞ്ചി അടുക്കളയ്ക്കുൾ പോഹാത് പോലാം പൊരുൾ. അതെന്തുകൊണ്ടാ ഈ സത്യദർശികൾക്ക് സത്യവുമായി ഒരു വിയോഗം വരുന്നില്ല, അഥവാ അവർക്ക് മരണം സംഭവിക്കുന്നില്ല എന്ന് പറയുന്നത്? അതിനൊരു ഉദാഹരണമാണ്. ആഹായം ശൂറൈകുളിൽ. ശൂറൈകുളിൽ എന്ന് പറഞ്ഞാൽ ശൂറയാടുക എന്ന് തമിഴിൽ പറഞ്ഞാൽ ശൂറയാടിനാൻ, കൊള്ളയടിക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ബലപ്രയോഗത്തിലൂടെയോ അല്ലാതെയോ. ശരിക്കും ശൂറയാടുക എന്ന് പറഞ്ഞാൽ ഡയറിങ് ആയിട്ട് കൂട്ടത്തോടു കൂടെ വന്ന് ആൾക്കാരെയൊക്കെ അടിച്ചിടിച്ച് ഉപദ്രവിച്ച് അവരുടെ കയ്യിലുള്ളതൊക്കെ പിടിച്ചു പറിച്ചുകൊണ്ട് പോവുക. അതിനെയാണ് ശൂറയാടുക എന്ന് പറയുന്നത്. മറ്റേതിന് പറയുന്നത് തിരുട്ട് എന്ന്. മോഷ്ടിക്കുക, ആരും അറിയാതെ വീടിൻ്റെ ഓടൊക്കെ ഇളക്കി മേൽക്കൂരയിലൂടെയൊക്കെ, ഇല്ലെങ്കിൽ പുറകിലുള്ള മതിലിൽ ദ്വാരമുണ്ടാക്കി അകത്ത് കടന്ന്, അത് ആരും അറിയാതെ ചെയ്യുന്നതിനാണ് തിരുട്ട് എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല. ധീരമായ, ആരെയും കൂസാതെയുള്ള മോഷണം, പിടിച്ചുപറി. അതാണ് ശൂറൈ എന്ന് തമിഴിൽ പറയുന്നത്. ഈ ആകാശം, ഇവിടെ ആകാശം എന്നുള്ളതിന് വെറും ആകാശം എന്നെടുക്കാം. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ യോജിക്കുന്ന അർത്ഥം ആകാശത്തിൽ എന്ന് പറഞ്ഞാൽ ഊർധ്വമ, ഭൂമിക്ക് മുകളിലുള്ള സ്വർഗലോകം എന്നെടുക്കാം. അല്ലെങ്കിൽ സ്പേസ് എന്നുള്ള അർത്ഥം തന്നെ എടുക്കാം. ആ ആകാശം അല്ലെങ്കിൽ സ്വർഗം ശൂറൈകുളിൽ അഞ്ചി, തന്നെ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകുമോ എന്ന് പേടിച്ച്, അഞ്ചുക എന്ന് പറഞ്ഞാൽ ഭയപ്പെടുക, എന്ന് ഭയപ്പെട്ട് അടുക്കളയ്ക്കുൾ പോഹാതെ പോലാം പൊരുൾ. ആകാശം തന്നെ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകും എന്ന് ഭയന്ന് അടുക്കളയുടെ ഉള്ളിൽ ചെന്ന് ഒളിക്കാതിരിക്കുന്നത് പോലെ. ആകാശത്തെ ആര് മോഷ്ടിച്ചുകൊണ്ട് പോകും? ഇനി ആരെങ്കിലും ഒരാൾ മോഷ്ടിക്കാൻ വരുന്നുവെങ്കിൽ അയാൾ ആകാശത്തിനകത്തല്ലേ? അയാൾക്ക് എങ്ങനെ ആകാശത്തെ മോഷ്ടിക്കാൻ പറ്റും? എല്ലാത്തിനെയും ഗ്രസിച്ചു നിൽക്കുന്നതാണല്ലോ ഈ ആകാശകോശം. ആ ആകാശത്തിന് തന്നെ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകും എന്നൊരു ഭയം വന്നിട്ട് അത് ഓടിച്ചെന്ന് ഏതെങ്കിലും വീടിന്റെ അടുക്കളയിൽ ചെന്ന് ഒളിക്കുമോ? ഇതാണ് ചോദ്യം. അതിനുള്ള സാധ്യതയില്ലല്ലോ. അതുപോലെ ജ്ഞാനിക്കും മരണഭയമില്ല. താൻ നഷ്ടമായി പോവും, താൻ ഇല്ലാതായി പോവും എന്നൊരു ഭയം ജ്ഞാനിയുടെ മനസ്സിനെ സ്പർശിക്കുന്നേയില്ല. ജ്ഞാനിക്ക് മനസ്സ് തന്നെ ഇല്ല. ജ്ഞാനിയുടെ ഉള്ള് ആത്മനിർഭരമാണ്, ആത്മസത്യം കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ്.
അതുകൊണ്ട് പരിപൂർണമായ അഭയം അദ്ദേഹം നേടിയിരിക്കുന്നു. ആകായം ശൂറൈകുളിൽ 5 അടുക്കളയ്ക്കുൾ പോഹാത് പോലാം പൊരുൾ. പൊരുൾ എന്ന് പറഞ്ഞാൽ വസ്തുതത്വം, ആത്മാവ്, യഥാർത്ഥത്തിലുള്ളത്. അത് ആകാശം പോലെ വ്യാപകമാണ്. അതിനെ ആർക്ക് അപഹരിക്കാൻ പറ്റും? ഇനി അതിനെ ഓടി ഒളിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ എവിടെ ഓടി ഒളിക്കും? സർവവ്യാപകമായ സത്യം എവിടെ ചെന്ന് എവിടെ ഓടി ഒളിക്കും? എങ്ങനെ അത് മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കും? ഇതാണ് ചോദ്യം. സാധ്യമേ അല്ല. അതിന് ഓടി ഒളിക്കേണ്ട കാര്യവുമില്ല. തെറ്റിദ്ധാരണ കൊണ്ട് വേണമെങ്കിൽ അതിനങ്ങനെയൊക്കെ തോന്നാം. അങ്ങനെ തോന്നുമ്പോഴാണ് ഞാൻ മരിച്ചു പോകും എന്നുള്ള ഭയം വരുന്നത്. മനുഷ്യൻ ആത്മാവാണ്, എല്ലാം ആത്മമയമാണ്. താൻ സർവവ്യാപകമായ ആത്മതത്വമാണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മനുഷ്യൻ മരണത്തെ ഭയപ്പെടുന്നത്. ആ സത്യത്തെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ ഈ മരണഭയം എന്നേക്കുമായി ഇല്ലാതെയാവും. സർവത്തിനും അധിഷ്ഠാനമായി സർവപരിപൂർണമായിരിക്കുന്നതാണ് ഈശ്വരനായ പതി. ശൈവ സിദ്ധാന്തമാണല്ലോ. അതുകൊണ്ട് അവർ ബ്രഹ്മം എന്നൊന്നും പറയില്ല, ഈശ്വരൻ എന്നും പറയില്ല. അവർക്ക് പതി, പശു, പാശം ഇത് മൂന്നുമാണ്. നമുക്കെല്ലാം ഒന്നാണ്. നമുക്ക് ഈശ്വരനും പതിയും ബ്രഹ്മവും ആത്മാവും ഒക്കെ ഒന്നാണ്. ഉയിരിനുള്ളിലിരുന്ന് നമ്മെ അറിയിക്കുന്ന അറിവാണ് ഈ പതി. പ്രാണന്റെ ഉള്ളിൽ കടന്ന് പ്രാണനേക്കാളും സൂക്ഷ്മമായി അതിൻ്റെ ഉള്ളിൽ വർദ്ധിക്കുന്നവനാണ് ഈ പതി. ഈശ്വരനായ പതിയെയും തന്നെയും എന്ന് പറഞ്ഞാൽ ജീവൻ അവനവനെയും അറിയാൻ കഴിയാത്തതാണ് ജീവനായ പശു. ജീവന് തന്നെ-കുറിച്ചും അറിയില്ല, ഈശ്വരനെ കുറിച്ചും അറിയില്ല, അല്ലെങ്കിൽ ബ്രഹ്മത്തെക്കുറിച്ചും അറിയില്ല. അതല്ലല്ലോ, ഞങ്ങളെ കുറിച്ച് അറിയാം. എന്നാലൊന്ന് പറയൂ, താങ്കൾ ആരാണ്? എൻ്റെ പേര് ഇന്നതാണ്, ഇന്ന ആർക്ക് മകനോ മകളോ ആയി ജനിച്ചു. ഇങ്ങനെയല്ലേ നമ്മൾ തുടങ്ങുന്നത്. അതൊക്കെ ശരീരത്തിന്റെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങളാര് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള ആന്തരികമായ അനുഭവം ഉണ്ടല്ലോ, അതെന്താണ് യഥാർത്ഥത്തിൽ? അങ്ങനൊരു അനുഭവം ഉണ്ട്, അതിനെക്കുറിച്ച് എന്തറിയാനിരിക്കുന്നു എന്നാണ് പിന്നീട് ചോദിക്കുന്നത്. ഈ ഞാനിനെ കുറിച്ച് എന്തറിയാനിരിക്കുന്നു? എന്തിന് ജനിച്ചു? അത് ഞാൻ ജനിച്ചതല്ല, എൻ്റെ മാതാപിതാക്കളാണ് എൻ്റെ ജനനത്തിന് കാരണം. വീണ്ടും ശരീരത്തെ താനെന്ന് തെറ്റിദ്ധരിച്ചു. ശരീരത്തിന്റെ ഉത്തരവാദികളാണ് മാതാപിതാക്കൾ. നിങ്ങളാര് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉള്ളിലെ ഞാൻ എന്ന അനുഭവം ആരാണ്, അല്ലെങ്കിൽ എന്താണ്? അപ്പോഴും നമ്മൾ ഉത്തരം പറയുന്നത് ശരീരവുമായി ബന്ധപ്പെടുത്തിയാണ്. ഇതാണ് കുഴപ്പം. അജ്ഞാനം എന്ന് പറയുന്നത് അതാണ് പാശം. പശു, പതി, പാശം എന്ന് പറയുന്നില്ലേ, ഈ പാശമാണ് അവിദ്യ. തന്നെക്കുറിച്ച് ചോദിച്ചാൽ തൻ്റെ ശരീരത്തെക്കുറിച്ചോ മനസ്സിനെക്കുറിച്ചോ ബുദ്ധിയെക്കുറിച്ചോ പ്രാണനെക്കുറിച്ചോ ഒക്കെ മറുപടി പറയും. അതെങ്ങനെ ശരിയാവും? ഈശ്വരനായ പതിയെയും തന്നെയും അറിയാൻ കഴിയാത്തതാണ് ജീവനായ പശു. പശു എന്ന് പറഞ്ഞാൽ ഇവിടെ മൃഗം, ഇവിടെ പാല് കറക്കുന്ന പശു എന്നല്ല. ശൈവ സിദ്ധാന്തത്തിൽ പശു, പതി, പാശം, അജ്ഞാനിയായ ജീവൻ. ആ ജീവന് തന്നെക്കുറിച്ചും അറിയില്ല, തൻ്റെ പതിയായ പരമാത്മാവിനെ കുറിച്ചും അല്ലെങ്കിൽ ഈശ്വരനെ കുറിച്ചും അറിവില്ല. പതിയെയും ജീവനായ പശുവിനെയും അറിയുവാൻ കഴിയാത്ത വിധം ജീവനെ മറച്ചു നിൽക്കുന്ന അജ്ഞാനമാണ് പാശം, മറയാണ്. ആ മറ തന്നെയാണ് നമുക്കുള്ള ഏക ബന്ധനം. നമ്മളൊക്കെ ബദ്ധരാണ് എന്ന് പറയുന്നത്. എവിടെ കൊണ്ടാണ് ഈ ബന്ധം എന്ന് ചോദിച്ചാൽ അറിവില്ലായ്മ. താൻ ആരെന്നും അറിയില്ല, ഈശ്വരൻ ആരെന്നും അറിയില്ല. മറ്റു പലതും അറിയാമെന്നുള്ള ഒരു അഹങ്കാരം, അഭിമാനം ഉള്ളിൽ ഉണ്ട് താനും. ഇത് തന്നെയാണ് പാശം. ഈ പതി, പശു, പാശങ്ങളെ ഓരോന്നിനെയും ലക്ഷണ സമന്വിതം ഒരാത്മാവ് തിരിച്ചറിഞ്ഞ് ആ പാശത്തെ കൈവിട്ട് പതിയെ ചേരുവാൻ സമർത്ഥമാകുന്ന പക്ഷം അവന് മുക്തിക്ക് വേറെ ഒരു തടസ്സവും ഉണ്ടാകാനില്ല. പിരിവേത് പിരിയരോ എന്ന് പറഞ്ഞില്ലേ, അവർക്ക് പിരിവില്ല, സത്യത്തിൽ നിന്നൊരു വിയോഗം സംഭവിക്കുന്നില്ല, അവരുടെ അറിവിന് തടസ്സവും ഉണ്ടാവുന്നില്ല. ആ വിധത്തിൽ യത്നിക്കുന്ന ആത്മാവിന് മുക്തിലാഭം നിർവിഘ്നമുണ്ടാകുന്നു. ആ മോക്ഷപ്രാപ്തിക്കുള്ള തടസ്സം നീങ്ങി. അതേ പ്രകാരത്തിൽ അറിവായി തീർന്ന് മുക്തി നിലയിൽ നിൽക്കുന്ന ഒരു ആത്മാവ്, ഇവിടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ജീവൻ, ഒരു വ്യക്തി വീണ്ടും ആ നിലയിൽ നിന്ന് അല്പവും താണുപോകുന്നതുമില്ല. മുക്തിക്ക് ശാശ്വതത്വമുണ്ട്. ഒരിക്കൽ മോക്ഷം നേടി വീണ്ടും ബന്ധനത്തിലേക്ക് പതിക്കില്ലേ? അങ്ങനെ വരില്ല. ഒരിക്കൽ നേടിയാൽ നേടിയത് തന്നെ, അത് ശാശ്വതമാണ്, നിരന്തരമാണ് എന്നർത്ഥം. അത് ഏതുപോലെ എന്നാൽ
സർവവ്യാപകമായ ആകാശം അതിൽ സ്ഥിതമായ ഏതെങ്കിലും വസ്തുവിനെ ചൂഷണം ചെയ്യുമെന്ന് ശങ്കിച്ച് ആ ചൂഷണത്തിൽ നിന്ന് ഒഴിവാനായി ആ വസ്തുവിനെ അടുക്കളയ്ക്കകത്ത് ഒളിച്ചു വെച്ചു കൊള്ളാമെന്ന് ഒരാൾ കരുതി. ആ അർത്ഥത്തിനോട് യോജിപ്പില്ല. ആകാശത്തിലിരിക്കുന്ന ഒരു വസ്തു മോഷണം പോവും, അതാരെങ്കിലും കട്ടുകൊണ്ട് പോകും എന്ന് വിചാരിച്ച് ആ വസ്തുവിനെ അടുക്കളയ്ക്കകത്ത് ഒളിച്ചു വെച്ചു കൊള്ളാമെന്ന്. ഇവിടെ അങ്ങനെയല്ല. ഈ തമിഴില് ആകായം ശൂറൈകുളിൽ, ഈ വ്യാഖ്യാതാവ് ആ അർത്ഥമാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും കാര്യം മനസ്സിലാക്കുക, സർവവ്യാപകമായതിനെ ആർക്കും കട്ടുകൊണ്ടുപോകാൻ പറ്റില്ല. അതിന് ആരിൽ നിന്നും ഓടി ഒളിക്കേണ്ട കാര്യവുമില്ല. ഇത് മനസ്സിലാക്കിയാൽ മതി. സർവവ്യാപകമായ ആകാശം അതിൽ സ്ഥിതമായ ഏതെങ്കിലും വസ്തുവിനെ ചൂഷണം ചെയ്യുമെന്ന് ശങ്കിച്ച് ആ ചൂഷണത്തിൽ നിന്ന് ഒഴിവാനായി ആ വസ്തുവിനെ അടുക്കളയ്ക്കകത്ത് ഒളിച്ചു വെച്ചു കൊള്ളാമെന്ന് ഒരാൾ കരുതി. ആകാശത്തിലാണ് എല്ലാ വസ്തുക്കളും നിൽക്കുന്നത്. ആ ആകാശത്തിൽ നിൽക്കുന്ന ഒരു വസ്തുവിനെ കട്ടുകൊണ്ടു പോകുമെന്ന് വിചാരിച്ച് അതിനെ ഒരാൾ അടുക്കളയ്ക്കകത്ത് കൊണ്ടുവച്ചു. ഈ അടുക്കളയ്ക്കകത്ത് എന്താ ആകാശമില്ലേ? ആകാശം മോഷ്ടിച്ചു കൊണ്ടുപോകുമെന്ന് പേടിച്ചാണല്ലോ അയാൾ ആ വസ്തുവിനെ അടുക്കളയ്ക്കകത്ത് കൊണ്ട് ഒളിപ്പിച്ചത്. അടുക്കളയ്ക്കകത്ത് ആകാശമുണ്ടല്ലോ. അങ്ങനെ ചെയ്താൽ ആ കൃത്യം എത്ര മൂഢമാണെന്ന് നീ കാണുക. ആ അടുക്കളയ്ക്കകത്തും ആകാശമില്ലാതിരിക്കുമോ? ആകാശം എല്ലായിടത്തും ഉണ്ടല്ലോ. കടുകിന്റെ അകത്തുമുണ്ട്, കടാഹത്തിന്റെ അകത്തുമുണ്ട്. ആയതുപോലെ നീ സർവാധിഷ്ഠാനമായി സർവവ്യാപകമായി പരമാത്മാവിനെ ശരിക്കറിയുന്ന നിമിഷം തന്നെ പരമാത്മാ നിന്നെ അദ്ദേഹവുമായി ഐക്യം ചെയ്തുകൊള്ളും, തന്നോട് ചേർത്തുകൊള്ളും. പിന്നെ ഈ ജീവഭാവത്തിന് നിലനിൽപ്പില്ല. അദ്ദേഹത്തിന്റെ ഗാഠവും നിത്യവുമായ ആലിംഗനത്തിൽ അമർന്നു പോകും ഈ ജീവൻ. ഭഗവാന്റെ ആലിംഗനത്തിൽ അമരണം. പക്ഷെ ഒരിക്കൽ അദ്ദേഹം കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉണ്ടാവില്ല, അദ്ദേഹം മാത്രമേ ഉണ്ടാവൂ. അങ്ങനെ ഒരു ദോഷമുണ്ട്. ദോഷമല്ല, അതാണ് മോക്ഷം, അതാണ് മുക്തി. ഈ ഞാനെന്ന അതിൽ നിന്ന് ഈശ്വരിൽ നിന്ന് പിരിഞ്ഞു വരുന്നതാണ് ദുഃഖകാരണം. അദ്ദേഹത്തോട് എടുത്തോളൂ എന്നെ കെട്ടിപ്പിടിച്ച് അങ്ങയുമായി സംലയിപ്പിച്ചുകൊള്ളൂ എന്ന് ജീവൻ പറയണം. ഈ ജീവൻ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. ഇതാണ് ഇവന്റെ സ്വഭാവം. ഞാൻ ധ്യാനിക്കാനൊക്കെ ഇരിക്കുമ്പോൾ പതുക്കെ ഈ അഹംബോധം ക്ഷയിച്ചു വരും. അപ്പൊ ആദ്യം ഉള്ളിലുണ്ടാകുന്ന വികാരം ഭയമാണ്. എനിക്കെന്തോ സംഭവിക്കുന്നു. ഞാനെന്നുള്ള ജീവബോധം ലയിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് അകാരണമായ ഒരു ഭീതി ഉണ്ടാവും. അപ്പൊ ഈ ഞാൻ എന്ന് പറയുന്നത് വീണ്ടും തലവെക്കും. അപ്പൊ ഈ ഞാൻ ഒരിക്കലും ലയിക്കില്ല. ലയിക്കാൻ ഈ ഞാൻ തന്നെ സമ്മതിക്കില്ല. ഈ ഞാൻ സ്വയം ലയിക്കാൻ സമ്മതിക്കണം. ഈശ്വരൻ എന്നെ എടുത്തുകൊള്ളട്ടെ, എനിക്ക് ഈ ഞാനിനെ ആവശ്യമില്ല, അങ്ങ് എടുത്തുകൊള്ളൂ എന്ന് ധീരമായി ഭഗവാന് ഈ ഞാനിനെ സമർപ്പിച്ചാലല്ലാതെ ഈ ഞാനിനെ ഭഗവാൻ എടുക്കില്ല. പക്ഷെ ഈ ജീവബോധം ലയിച്ചു പോകാൻ തുടങ്ങുമ്പോൾ തന്നെ ജീവന് ഉള്ളില് ഭയമാണ് ഉണ്ടാകുന്നത്. പരമാത്മാവും അദ്ദേഹവുമായി ഐക്യം ചെയ്തുകൊള്ളും. അല്ലാതെ മൂഢമായി നീ പരമാത്മാവിന് വെളിയിൽ നിൽക്കുന്നു എന്ന ചിന്തയാൽ അതിനെ അഭിമുഖമായി ദർശിച്ച് വേറൊരു വിഷയമായി കരുതി അതിനോട് ഐക്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കുഴപ്പമാണ് എന്നാണ്. ഈശ്വരനെ അല്ലെങ്കിൽ ആത്മാവിനെ തന്നിൽ നിന്ന് അന്യമായി മുമ്പിൽ നിർത്തിയിട്ട് ഞാൻ ചെന്ന് അതിൽ ചേരണം എന്ന് പറഞ്ഞാൽ നടപ്പില്ല. മറ്റൊന്നിനെ മുമ്പിൽ നിർത്തുന്നത് തന്നെ ഈ ഞാനിനെ നിലനിർത്തുന്നതിന് തുല്യമാണ്. ഈ ഞാനെങ്ങ് പോട്ടേപ്പാ, മുമ്പിൽ ഈശ്വരനെ നിർത്തിയിട്ട് അതിൽ ഈ ഞാനിനെ കൊണ്ട് ലയിപ്പിക്കാമെന്ന് പറഞ്ഞാൽ നടപ്പില്ല. മുമ്പിൽ മറ്റൊന്നിനെയും നിർത്താതിരിക്കൂ, ഞാനെന്ന് ഭാവന ചെയ്യാതെ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ ധ്യാനിക്കാതെ ഇരിക്കൂ. ഇയാൾ എന്തൊക്കെയായി പറയുന്നത്? ധ്യാനിക്കാതിരിക്കൂന്ന്. എല്ലാവരും ധ്യാനം എന്ന് പറഞ്ഞിട്ട് നെട്ടോട്ടം ഓടുന്ന ഒരു കാലമാണിത്. ധ്യാനിക്കൂ, അന്തർമുഖമായി ധ്യാനിക്കൂ. ആ ധ്യാനത്തിലും ദ്വൈതമുണ്ട്. എന്തിനെയാ നിങ്ങൾ ധ്യാനിക്കുന്നത്? തന്നിൽ നിന്ന് അന്യമായ ഒന്നിനെയല്ലേ. പോയി മുമ്പിൽ വേറൊന്നിനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. അപ്പൊ അതുമായി താനുമായി രണ്ട്. ഈ ഞാനിനെ എങ്ങനെയെങ്കിലും ലയിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കൂ. ഞാനെന്ന് ഭാവന ചെയ്യാതിരിക്കൂ. ഞാൻ ലയിച്ചു പോയാൽ അതാണ് ശരിക്കുള്ള ധ്യാനം. അപ്പോഴാണ് ആത്മസത്യം തെളിയുന്നത്. അതിനെ അഭിമുഖമായി ദർശിച്ച് വേറൊരു വിഷയമായി കരുതി അതിനോട് ഐക്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അപ്പോഴും നിന്റെ ജീവബോധം നിന്നെ വിട്ടുമാറിയിട്ടില്ലെന്ന് നീ മനസ്സിലാക്കണം. ഈ മറ്റൊന്ന് മുമ്പിൽ പ്രതിഷ്ഠിക്കുന്നതാരാ? ഞാനാ. ധ്യാനിക്കുന്നതാരാ? ഞാനാ. ഈ ഞാൻ പോകണമെന്ന് പറഞ്ഞാൽ പിന്നെയും തന്നിൽ നിന്ന് അന്യമായ ഒന്നിനെ ധ്യാനിച്ചുകൊണ്ടിരുന്ന എങ്ങനെ ഈ ഞാൻ പോകും?
എന്ന് വെച്ച് ധ്യാനം നിരർത്ഥകം എന്നാണോ ഈ പറയുന്നതിന്റെ അർത്ഥം? ശരിക്കുള്ള ധ്യാനം ഞാനിനെ വിടലാണ്. ഞാനെന്നുള്ള ഭാവനയെ വിട്ടിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കും. ഞാനിനെ വെച്ചുകൊണ്ട് മറ്റൊന്നിനെ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ ആ മറ്റൊന്ന് തന്നെ ഈ ഞാനിനെ നിലനിർത്തും. കാരണം ഞാൻ സങ്കല്പിച്ചുണ്ടാക്കിയതാണ് ആ മറ്റൊന്ന്. തന്നിൽ നിന്ന് അന്യമാണ് എന്ന് കരുതിയാണ് ഞാൻ അതിനെ മുമ്പിൽ നിർത്തുന്നത്. അതുണ്ടാക്കിയപ്പോൾ ഞാനും ഉണ്ടാവും. ഞാനാണ് അതിനെ ഉണ്ടാക്കിയത്, ഭാവന ചെയ്തത്. അപ്പൊ ഈ ഞാനിനെ അലിയിച്ച് കളയാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കിക്കൊള്ളുക. അതിനാണ് ഈ വിചാരമാർഗം എന്ന് പറയുന്നത്. ഞാൻ ആരാണ് എന്ന് അന്തർമുഖമായി അന്വേഷിക്കുമ്പോൾ ഈ ഞാൻ തന്നെ ലയിച്ചുപോയി അതിൻ്റെ സ്ഥാനത്ത് ആത്മാവ് തെളിയും. അപ്പോഴും നിന്റെ ജീവബോധം നിന്നെ വിട്ടുമാറിയിട്ടില്ലെന്ന് നീ മനസ്സിലാക്കണം. ചുരുക്കത്തിൽ പതി പശു പാശങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഏതു സുകൃതിയും, ഈ മൂന്നല്ലേ ഉള്ളൂ, പശു പതി പാശം, ഈ മൂന്നിൻ്റെയും യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഏതു സുകൃതിയും, സുകൃതി എന്ന് പറഞ്ഞാൽ പുണ്യാത്മാവ്, പുണ്യവാന്മാർക്ക് മാത്രമേ ഈ ജ്ഞാനം പ്രകാശിക്കൂ എന്നാണ്. അവരാണ് ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നത്. ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നതിൽ പരം വേറെ എന്ത് പുണ്യമാണുള്ളത്? എല്ലാ പുണ്യങ്ങളും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഭഗവത് ദർശനം ഉണ്ടാകുന്നതെന്ന്. ഭഗവത് ദർശനം എന്ന് പറഞ്ഞാൽ അഹങ്കാര നാശം എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ വിചാരിക്കും മുമ്പിൽ എന്തോ പ്രത്യക്ഷപ്പെടുന്ന. ഭഗവാൻ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും, പ്രകാശസ്വരൂപിയായി, ഏതോ ദിവ്യമായി, എന്തോ തന്നിൽ നിന്ന് അന്യമായിട്ട് തൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും എന്നാണ് പിന്നെയും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യക്ഷപ്പെടലും ഇല്ല. ഉള്ളിലുള്ള ഞാൻ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഉള്ളത് ഇല്ലാതാവുമ്പോൾ അതിനെങ്ങനെ പ്രത്യക്ഷപ്പെടലെന്ന് എങ്ങനെ പറയാൻ പറ്റും? പുതിയതൊരെണ്ണം മുമ്പില് പ്രകടമാകുമ്പോഴാണല്ലോ പ്രത്യക്ഷപ്പെടുക എന്ന് പറയുന്നത്. പുതിയതൊന്നുമില്ല, ഉള്ളത് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അഹങ്കാരം വഴിമാറിത്തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സത്യം തെളിയുന്നു എന്ന് പറയും. പക്ഷെ അവിടെ ഞാൻ വേറിട്ടില്ല. ആ സത്യത്തെ അതിൽ നിന്ന് അന്യമായി സാക്ഷാത്കരിക്കാൻ ഒരു ഞാൻ എൻ്റെ ഉള്ളിലില്ല. സത്യത്തിന് ഞാൻ ഭക്ഷണമായി തീരുന്നു എന്നാണ്. വയം ദേവസ്യ ഭോജനം, ഞങ്ങൾ ഭഗവാനെ അങ്ങയുടെ ഭക്ഷണമായി മാറണമേ. ഞാൻ തന്നെയാണ് നിവേദ്യം. ആ നൈവേദ്യത്തെ എടുത്തോളൂ, ഭക്ഷിച്ചിട്ട് എനിക്ക് ജീവിതധന്യത ഉണ്ടാക്കൂ എന്ന്. അങ്ങ് എടുത്തോളൂ തന്നെ, എനിക്ക് വേണ്ട. പക്ഷെ തന്നെ മാത്രം ആരും നിവേദ്യമായി ഭഗവാന് സമർപ്പിക്കുന്നില്ല. നമ്മൾ മടപ്പള്ളിയിലോ അടുക്കളയിലോ ഒക്കെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ച് പാൽപ്പായസം, നെയ്യപ്പം, ഇങ്ങനെ ഓരോന്ന് നിവേദിക്കുകയാണ് ചെയ്യുന്നത്. തന്നെ മാത്രം നിവേദിക്കാൻ ആരും തയ്യാറല്ല. ഭഗവാന് ഏറ്റവും കൂടുതൽ ഇഷ്ടം നെയ്യപ്പവും പാൽപ്പായസവും അതുപോലെയുള്ള സാധനങ്ങളൊന്നുമല്ല. ഈ ജീവനെ എനിക്ക് എന്നാണ് ഒന്ന് കിട്ടുക എന്നാണ് അദ്ദേഹം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പാവം കാത്തിരിക്കുകയാണ്. പക്ഷെ അതിനെ മാത്രം ആരും നേദിക്കുന്നില്ലെന്നേ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കൂ. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് വേണ്ടേ അദ്ദേഹത്തിന് കൊടുക്കാൻ? അതാണല്ലോ നമ്മുടെ ഈ അതിഥി സത്കാരം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വീട്ടിൽ ഒരാൾ വിരുന്നുകാരനായിട്ട് വരികയാണെങ്കിൽ അങ്ങേക്ക് ഏത് കറിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഇല്ലെങ്കിൽ ഏത് അച്ചാറാണ് ഇഷ്ടം, അയാൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്ത് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തുക. അതല്ലേ ആ ആതിഥ്യത്തിന്റെ ഒരു മര്യാദ എന്ന് പറയുന്നത്. ഇതല്ല, ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടത് ജീവഭാവമാണ്. അതിനെ ആരും കൊടുക്കുന്നില്ല. ഞാനിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ മറ്റു പലതിനെയുമാണ് ഭഗവാന് കൊടുക്കുന്നത്. ഈ ഞാനിനെ എന്ന് കൊടുക്കാൻ നമ്മൾ തയ്യാറാവും? അതാണ് ഇവിടെ സുകൃതി എന്ന് പറഞ്ഞത്. ഏത് സുകൃതിയും അങ്ങനെ അവയെ മനസ്സിലാക്കുന്ന നിമിഷം തന്നെ ബ്രഹ്മസ്ഥിതിയിലാകും എന്നത് നിസ്സംശയമാണ്. പശു പതി പാശം ഇത് മൂന്നും വേറെയല്ല. ജീവൻ, മായ അല്ലെങ്കിൽ അജ്ഞാനം, ബ്രഹ്മം, ഇത് മൂന്നും ഒന്നിൻ്റെ തന്നെ പ്രകടനം എന്നുള്ള അദ്വൈത സത്യം ബുദ്ധിക്ക് പിടികിട്ടുമ്പോൾ, ഒന്നേ ഉള്ളൂ എന്നുള്ള കാര്യം ബോധ്യപ്പെടുമ്പോൾ ബ്രഹ്മസ്ഥിതി നേടി എന്ന് പറയാം. ബ്രഹ്മസ്ഥിതിയിലാകുമെന്നത് നിസ്സംശയമാണ്. മുമുക്ഷുക്കളെ അനുഗ്രഹിക്കാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സിദ്ധാന്ത ഗ്രന്ഥങ്ങളെല്ലാം തന്നെ പതി പശു പാശങ്ങളെ സമഗ്രമായി പ്രതിപാദിക്കുന്നവയാണെന്നും നീ ധരിച്ചു കൊള്ളണം. ഈ മൂന്നിനെ പറയുന്നുണ്ടെങ്കിലും അവസാനം ഈ മൂന്നുമില്ലാതെ പതി മാത്രമായി അവശേഷിക്കണം എന്നുള്ളതാണ് ഈ അധ്യാത്മ ഗ്രന്ഥങ്ങളുടെയൊക്കെ, അല്ലെങ്കിൽ ശൈവ സിദ്ധാന്ത ഗ്രന്ഥങ്ങളുടെ ലക്ഷ്യം. അടുത്ത പദ്യം വായിക്കാം. പൊയ് പോലെ മെയ്യും അറിയപ്പെറാ പോഹ ശയ്യോകർ കൊன்றോടും ഷാർവില്ലൈ തുയ്യ വിഴിക്കുളുദിത്ത വിരികതിർ പോർ തമ്മൈ
പോറ്റമ്മൈ. പോറ്റമ്മ പെറ്റമ്മ എന്നൊന്നും അല്ല, അതിന്റെ സന്ധി പിരിക്കുമ്പോൾ എല്ലാം മാറിപ്പോവും. പോൽ തമ്മൈ എന്നാണ്. നമ്മൾ പോറ്റമ്മ പെറ്റമ്മ എന്നൊക്കെ നാം മലയാളത്തിലുള്ളത് പോലെ പിരിച്ചാൻ പറ്റില്ല. തുയ്യ വിഴികളുദിത്ത തുയ്യ വിഴിക്കുളുദിത്ത വിരികതിർ പോറ്റമ്മൈ അഴിത്തതുവേ ആശ്ചര്യമാം. ആശ്ചര്യം എന്ന് പറഞ്ഞാൽ ആശ്ചര്യം എന്നർത്ഥം, അത്ഭുതം. എന്ത് പറയുന്നു? പൊയ് പോലെ മെയ്യും അറിയപ്പെറ. പൊയ് പോലെ മെയ്യും അറിയ. സത്യത്തെ അറിയുമ്പോൾ നേരത്തെ അറിയപ്പെട്ടതെല്ലാം മിഥ്യയായിത്തീരും. നേരത്തെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് എന്താണ്? ശരീരം, മനസ്സ്, പ്രപഞ്ചം തുടങ്ങിയവയൊക്കെ. അതൊക്കെ മിഥ്യയായിത്തീരും. എപ്പോൾ? സത്യം ഉള്ളിൽ ഉദിക്കുമ്പോൾ, ആ സത്യസൂര്യൻ ഉള്ളിൽ ഉദിക്കുമ്പോൾ ഈ പ്രപഞ്ചമാകുന്ന ഇരുട്ട് മാറിക്കിട്ടും. പ്രപഞ്ചം ഇരുട്ടിൽ തോന്നുന്നതാണ്, ഇരുട്ടിൽ കാണുന്ന ഭൂതം പോലെ തോന്നുന്നതാണ്. അത് സൂര്യോദയം വരെ മാത്രമേ ഉള്ളൂ. ജ്ഞാനസൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഈ ഇരുട്ടിൽ കാണുന്ന ഭൂതവും വേതാളവും ഒന്നും പിന്നെ അവിടെ ഉണ്ടാവില്ല. നേരത്തെ മിഥ്യയെ സത്യമെന്ന് കരുതി, ഇപ്പോൾ സത്യാനുഭവം നേടി. നേരത്തെ എന്തായിരുന്നു? ഈ അധ്യാത്മ സാധന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശരീരം, മനസ്സ്, ബുദ്ധി, പ്രാണൻ, അഹങ്കാരം തുടങ്ങിയവയാണെന്ന് തെറ്റിദ്ധരിച്ചു. സത്യം ഉദിച്ചപ്പോഴോ, സിദ്ധാന്തപരമായി ഗുരുവിൽ നിന്നും സത്യം ഗ്രഹിച്ച് അതിനെ സാക്ഷാത്കരിച്ചപ്പോഴോ ഇവയൊക്കെ കള്ളമാണെന്നുള്ളത് ബോധ്യപ്പെട്ടു. ഇപ്പൊ എന്താ സത്യം? ബ്രഹ്മം മാത്രം സത്യം, ചിത്ത്, അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ സത്യം. പൊയ് പോലെ മെയ്യും അറിയ. സത്യമെന്ന് താൻ ഇന്നേ വരെ കരുതിയിരുന്ന ശരീരം, മനസ്സ്, ബുദ്ധി തുടങ്ങിയവയൊക്കെ പൊയ് പോലെ, ഇല്ലാത്തതുപോലെയായി തീർന്നു. എന്തുകൊണ്ട് ഇല്ലാത്തത് പോലെയായി തീർന്നു എന്ന് പറഞ്ഞു? സത്യം അറിഞ്ഞാലും ഈ ശരീരവും മനസ്സുമൊക്കെ നിഴല് പോലെ അവിടെ ഉണ്ടാകും. പക്ഷെ അത് വാസ്തവമല്ല എന്നുള്ള അറിവ് ഉള്ളിലുണ്ടാകും. അതുകൊണ്ട് അവ, ആ ദൃശ്യങ്ങളൊന്നും മാഞ്ഞു പോകുന്നില്ല, അവ മിഥ്യയായിത്തീരും. മരുഭൂമിയിലെ കാനൽ ജലത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ഒരാൾക്ക് ആ കാഴ്ച അപ്രത്യക്ഷമാകുമോ? അതങ്ങനെ പണ്ടത്തെ പോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ ഇയാൾക്കറിയാം അവിടെ ഒരു തുള്ളി വെള്ളമില്ല എന്നുള്ളത്. അതാണ് മിഥ്യയുടെ സ്വഭാവം. മിഥ്യ എന്ന് പറയുന്നത് മാഞ്ഞു പോകുന്ന ഒന്നല്ല. മിഥ്യയാണെന്ന് അറിയപ്പെടാതിരിക്കും കാലത്തോളം, അല്ലെങ്കിൽ സത്യത്തെ നാം സാക്ഷാത്കരിക്കാതിരിക്കും കാലത്തോളം മിഥ്യ സത്യമെന്ന പോലെ കാണും. എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും. മിഥ്യയുടെ മിഥ്യാത്വം മനസ്സിലായാൽ ആ മിഥ്യാ ദൃശ്യം മാഞ്ഞു പോവില്ല, അതവിടെ തന്നെ ഉണ്ടാകും. അറിവ് ഉള്ളിൽ പ്രകാശിക്കും. അതുകൊണ്ട് ആ മിഥ്യ കൊണ്ടുള്ള ദോഷങ്ങൾ നമ്മിൽ നിന്ന് അകന്നു പോകും. മിഥ്യ കൊണ്ടുള്ള ദോഷം എന്താ? ദുഃഖം, ഭയം, ടെൻഷൻ, രാഗം, ദ്വേഷം, അസൂയ, കുശുമ്പ്, കുന്നായ്മ, പരദൂഷണം എല്ലാം മിഥ്യയെ സത്യം എന്ന് കരുതുന്നത് കൊണ്ടാണ്. എന്തൊക്കെ ദുർഗുണങ്ങളുണ്ടോ, രജസിൻ്റെയും തമസിൻ്റെയും സ്വഭാവങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ മിഥ്യയെ സത്യം എന്ന് കരുതുന്നത് കൊണ്ടാണ്. മിഥ്യയെ മിഥ്യയായും തിരിച്ചറിഞ്ഞാൽ ഈ ദുർഗുണങ്ങളൊക്കെ ഉള്ളിൽ നിന്ന് നീങ്ങിക്കിട്ടും. പൊയ് പോലെ മെയ്യും അറിയപ്പെറ ഭോഗശയ്യോകർ കൊണ്ടോടും ശാർവില്ലൈ. ഭോഗം തന്നെ. ശയ്യോകർ എന്ന് പറഞ്ഞാൽ സംയോഗർ. ഭോഗ സംയോഗർ, ഭോഗവുമായിട്ട് സംയോജിച്ചവർ, ചേർന്ന് നിൽക്കുന്നവർ, ലൗകിക സുഖങ്ങളിൽ മനസ്സിനെ വ്യാപരിപ്പിക്കുന്നവർ, അനുഭവിച്ചതൊന്നും പോരാ, കൂടുതൽ കൂടുതൽ ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കണം എന്ന് കരുതുന്നവർ, അവർക്കാണ് ഭോഗങ്ങളുമായിട്ട് യോഗം. യോഗം എന്ന് പറഞ്ഞാൽ ചേർച്ച എന്നർത്ഥം. യോഗരഥോവ ഭോഗരഥോവ സംഗരഥോവ സംഗവിഹീന യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവ. ശങ്കരാചാര്യര് ഭജഗോവിന്ദത്തിൽ പറയുന്നതാണ്. ഭോഗരഥോവ യോഗരഥോവ. നിങ്ങൾ ഭോഗത്തിൽ രതിയുള്ളവർ എന്ന് പറഞ്ഞാൽ ഭോഗത്തിൽ താല്പര്യമുള്ളവർ ആയിരുന്നോളൂ, അല്ലെങ്കിൽ യോഗത്തിൽ താല്പര്യമുള്ളവർ ആയിരുന്നോളൂ. യോഗം, ഭോഗം. യോഗം എന്ന് പറഞ്ഞാൽ ഈശ്വരനുമായുള്ള സംയോഗം, സത്യവുമായിട്ടുള്ള ചേർച്ച. അങ്ങനെ ഇരുന്നോളൂ. നിങ്ങളുടെ മനസ്സ് സത്യത്തിലാണോ പറ്റി നിൽക്കുന്നത്, അല്ലെങ്കിൽ വിഷയഭോഗങ്ങളിലാണോ പറ്റി നിൽക്കുന്നത്? രണ്ടായാലും വിരോധമില്ലാതെ. യോഗരഥോവ ഭോഗരഥോവ. ഇനി സംഘരഥോവ സംഘവിഹീന. സംഘത്തിൽ രതി. സംഘം എന്ന് പറഞ്ഞാൽ ബന്ധം, വ്യക്തിബന്ധം, മറ്റ് വ്യക്തികളുമായിട്ട് കുടുംബബന്ധം, പുത്രപൗത്രന്മാരുമായിട്ടുള്ള ബന്ധം. ആ ബന്ധത്തിലൊക്കെ സംഘം എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അത് തന്നെയാണ് സംഘം.
സംഘത്തിൽ രതി, സംഘരഥോവ, അങ്ങനെ സ്ഥിതി ചെയ്തോളൂ. സംഘവിഹീന, നിസ്സംഗനായി കഴിഞ്ഞോളൂ. എന്തായാലും വിരോധമില്ല എന്നാണ്. നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും ശരി, യോഗത്തിൽ രതിയുള്ളവനായിട്ടോ ഭോഗത്തിൽ രതിയുള്ളവനായിട്ടോ സംഘത്തിൽ സംഘവുമായി ബന്ധപ്പെട്ടവനായാലോ അല്ലെങ്കിൽ സംഘവിഹീനനായാലോ എങ്ങനെയായാലും ദോഷമില്ല. ഒരൊറ്റ കണ്ടീഷൻ, ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ. യസ്യ ബ്രഹ്മണി രമതേ ചിത്തം, ആരുടെ ചിത്തം മനസ്സാണോ ബ്രഹ്മത്തിൽ ആനന്ദം കണ്ടെത്തുന്നത്, ബ്രഹ്മത്തെ ചിന്തിച്ച് ചിന്തിച്ച് ഉള്ളിൽ പരമാനന്ദം ആരാണോ അനുഭവിക്കുന്നത്, അയാൾ സന്തോഷിക്കും, സന്തോഷിക്കും, സന്തോഷിക്കുക മാത്രം ചെയ്യും, ദുഃഖിക്കില്ല എന്നർത്ഥം. നന്ദതി നന്ദതി നന്ദത്യേവ, തറപ്പിച്ച് പറയുകയാണ് ശങ്കരാചാര്യർ. അതെന്തുകൊണ്ട്? അങ്ങനെ ഒരു അനുഭവം ഉള്ളിൽ നേടിയ ആളാണ്. അതുകൊണ്ടാണ് ഇത്ര നിസ്സംശയമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുന്നത്. യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി 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 ഏവ. ഒരു കാര്യം 3 പ്രാവശ്യം പറഞ്ഞാൽ, ആവർത്തിച്ചാൽ അത് സത്യമായി തീരും എന്നാണ് നമ്മുടെ ധർമ്മശാസ്ത്രം പറയുന്നത്. യഥാർത്ഥത്തിൽ മോഷ്ടിച്ച ഒരാൾ, ഒരു മോഷ്ടാവ്, അയാൾ ഒരു സാധനം കട്ടു, ഞാൻ മോഷ്ടിച്ചില്ല, ഞാൻ മോഷ്ടിച്ചില്ല, ഞാൻ മോഷ്ടിച്ചില്ല എന്ന് 3 പ്രാവശ്യം പറഞ്ഞാൽ അയാൾ മോഷ്ടിക്കാത്തവനെ പോലെയാവുന്നു. അതെങ്ങനെയെന്നൊക്കെ നിങ്ങൾ ചോദിക്കുക, അയാൾ എന്തായാലും മോഷ്ടിച്ചതല്ലേ എന്ന്. ഒരു വാക്യം 3 പ്രാവശ്യം പറഞ്ഞാൽ അത് സത്യമായി തീരും, സത്യത്തിന് തുല്യമായി തീരും. അപ്പൊ ഇവിടെ ഭോഗശയ്യോഗർക്ക് ഒன்றോടും ശാർവില്ലേ, ആനന്ദകരമായ ആത്മസംയോഗം നേടിയവർ. ഭോഗസംയോഗർ എന്ന് പറഞ്ഞാൽ വിഷയഭോഗങ്ങളുമായി ചേർച്ചയുള്ളവർക്ക് നല്ല അർത്ഥം. ആത്മാവുമായി, പരമാത്മാവുമായി സംയോഗം നേടിയവർ, പരമാത്മാവുമായി ചേർന്ന് നിൽക്കുന്നവർ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള യോഗിമാർ. ശരിക്കുള്ള യോഗം എന്താ? അത് ഈ പ്രാണായാമവും ധ്യാനവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമല്ല. ശരിക്കുള്ള യോഗം ആത്മാവുമായിട്ട് ചേർന്ന് നിൽക്കുക, പറ്റി നിൽക്കുക, അതാണ് ശരിക്കുള്ള യോഗം. ആ യോഗം സിദ്ധിച്ചവർക്ക് ഒன்றോടും ശാർവില്ലേ, അവർക്ക് ഒന്നുമായും ചേർച്ചയില്ല. എന്തുകൊണ്ട്? അവർ ആത്മാവുമായി ചേർന്ന് നിൽക്കുകയാണ്. ഈ ആത്മാവുണ്ടല്ലോ പ്രപഞ്ചവുമായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെടാത്തതാണ്. പ്രപഞ്ചവുമായി യാതൊരു രീതിയിലും ബന്ധപ്പെടാതെ നിൽക്കുന്ന ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നയാളും ഒന്നുമായും ബന്ധപ്പെടുന്നില്ല. നിസ്സംഗമായ വസ്തുവിൽ സംഘമുള്ളവൻ നിസ്സംഗനല്ലേ? നിസ്സംഗമായ സത്യം ബ്രഹ്മമാണ്, അതിന് യാതൊന്നുമായും ബന്ധമില്ല. അതിൽ സംഘം വെക്കുന്നയാൾ അങ്ങേ അറ്റത്തെ നിസ്സംഗിയായി തീരും. ഭഗവാനുമായിട്ടുള്ള സംഘം ദോഷം ചെയ്യില്ല എന്നാണ്. പറ്റുക പറ്റാൻ പറ്റിനെ അപ്പറ്റൈ പറ്റുക പറ്റു വിടർക്ക് എന്നൊരു തിരുക്കുറളുണ്ട്. നിങ്ങൾക്ക് സംഘം ഇല്ലാതെ കഴിയില്ല എന്നാണ് നിങ്ങളൊരു പരാതി. ഞങ്ങളുടെ മനസ്സ് ഏതിനോടെങ്കിലും ഒട്ടിയേ നിൽക്കൂ, ഞങ്ങൾക്ക് ഈ സംഘത്തെ പൂർണ്ണമായി പരിത്യജിക്കാൻ വയ്യ എന്നാണ് പരാതിയെങ്കിൽ സംഘം വെച്ചോളൂ. പക്ഷെ ആരിൽ വെക്കണമെന്നറിയാമോ? നിസ്സംഗനായ ഈശ്വരനിൽ നിങ്ങളുടെ സംഘത്തെ വെക്കുന്ന, നിസ്സംഗനായ ഭഗവാനിൽ സംഘം ഉണ്ടാകട്ടെ. നിസ്സംഗനായ ഭഗവാനിൽ സംഘം ഉണ്ടാകുന്നവർക്ക് പ്രപഞ്ചവുമായിട്ടുള്ള സംഘങ്ങളൊക്കെ ഇല്ലാതെയാവും. അതല്ലേ നമുക്ക് വേണ്ടത്? പ്രപഞ്ചബന്ധങ്ങൾ ഇല്ലാതെയാവണം, വിഷയങ്ങളിൽ നിസ്സംഗഭാവം വളരണം. അതുകൊണ്ട് നിസ്സംഗത സ്വരൂപമായിരിക്കുന്ന ഭഗവാനിൽ സംഘം വെച്ചോളൂ, അത് ദോഷം ചെയ്യില്ല എന്നാണ്. അത് തന്നെയാണ് ഇവിടെയും. ഭോഗസംയോഗർ ഒன்றോടും ശാർവില്ലേ, അവർക്ക് ഒരു വിഷയവുമായും ബന്ധമില്ല, അവരുടെ മനസ്സ് ഒരു വിഷയത്തിലും ചെന്ന് പറ്റുന്നില്ല. ആ അനുഭവം എങ്ങനെയിരിക്കും? തുയ്യ വിഴിക്കുളുദിത്ത വിരികതിർ പോൽ. വിരികതിർ എന്ന് പറഞ്ഞാൽ വിരിയുന്ന അഥവാ വ്യാപിക്കുന്ന. കതിർ, കതിര് എന്ന് നമ്മൾ പറഞ്ഞ വയലുകളിലുള്ള നെൽക്കതിര് എന്നൊരർത്ഥമുണ്ട്. കതിരോൻ എന്ന് പറഞ്ഞാലോ സൂര്യൻ, കിരണം എന്നും അർത്ഥമുണ്ട്. കതിർ രശ്മി എന്നർത്ഥം. നെൽക്കതിര് എന്നും പറയാം, വയലിലുള്ള ആ കതിര് എന്നുള്ള അർത്ഥമുണ്ട്. തുയ്യ വിഴിക്കുൾ ഉദിത്ത വിരികതിർ പോൽ, വ്യാപിക്കുന്ന സൂര്യരശ്മി പോലെ. സൂര്യരശ്മി എല്ലായിടത്തും വ്യാപിക്കുന്നുണ്ടല്ലോ, ആ സൂര്യരശ്മിയല്ല. തുയ്യ വിഴിക്കുൾ ഉദിത്ത വിരികതിർ. വിരികതിർ എന്ന് പറഞ്ഞാൽ സൂര്യൻ, വ്യാപിക്കുന്ന രശ്മിയോട് കൂടിയവൻ. കാഴ്ചശക്തിയുള്ള കണ്ണുകളുടെ ഉള്ളിൽ സൂര്യൻ ഉദിച്ചു എന്ന് വിചാരിക്കുക. സൂര്യൻ ഇപ്പൊ പുറത്താണല്ലോ, നമ്മുടെ കണ്ണിനകത്ത് സൂര്യൻ ഉദിച്ചാലോ വെന്തു പോവില്ലേ എന്നായിരിക്കും നമ്മൾ ആദ്യം ചോദിക്കുന്നത്.
കത്തിപ്പോയില്ലേ എന്നാണ്. ഈ ജ്ഞാനസൂര്യനുണ്ടല്ലോ ഒന്നിനെയും കത്തിക്കില്ല, ഇതിന് ചൂടേ ഇല്ല എന്ന്. ഈ സൂര്യനുണ്ടല്ലോ ഇത് തണുത്ത ശീതകിരണനാണ്, ചന്ദ്രനെ പോലെ കുളിർമയുള്ള കിരണമാണ് ഈ ജ്ഞാനസൂര്യന്. പക്ഷേ ഇരുട്ടിനെ ഇല്ലാതെയാക്കും, അജ്ഞാനത്തെ ഇല്ലാതെയാക്കും. അപ്പൊ കണ്ണിന്റെ ഉള്ളിൽ, അതായത് കാഴ്ചശക്തിയുള്ള ഒരു കണ്ണിന്റെ ഉള്ളിൽ സൂര്യൻ ഉദിച്ചാലത്തെ അവസ്ഥ എന്തായിരിക്കും? ഒന്നും കാണില്ല. കണ്ണിന്റെ ഉള്ളിൽ സൂര്യൻ ഉദിച്ചാല് എന്തെങ്കിലും കാണാൻ പറ്റുമോ? പ്രകാശ പ്രളയമാവില്ലേ അവിടെ. ഈ അമിതമായ പ്രകാശത്തിലും നമുക്ക് കണ്ണ് കാണില്ല, കൂരിരുട്ടിലും കണ്ണ് കാണില്ല. ഈ രണ്ട് സ്ഥലത്തും ആ കാഴ്ച ഒടുങ്ങിപ്പോവും. കൂരിരുട്ടിലും വിശേഷിച്ചൊന്നും കാണാൻ പറ്റില്ല, പ്രകാശ പ്രളയത്തിലും ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് കണ്ണിനുള്ളിൽ സൂര്യൻ ഉദിച്ചതുപോലെ തുയ്യ വിഴിക്കുളുതിത്ത വിരികതിർ പോൽ എന്ന് പറഞ്ഞാൽ അവിടെ വിശേഷിച്ച് ഒന്നും കാണാനില്ല, ഒരു പ്രകാശ പ്രളയത്തിൽ മുങ്ങിപ്പോകുന്നു. ആ കണ്ണുകൾക്ക് പിന്നെ പ്രപഞ്ചത്തെ ദർശിക്കാനുള്ള കഴിവില്ല. ഏത് കണ്ണുകൾക്ക്? കണ്ണുകളുടെ ഉള്ളിൽ ജ്ഞാനസൂര്യൻ ഉദിച്ചാൽ, അത് ഹൃദയത്തിലാണ് ഉദിക്കുന്നത്, എന്നാലും കണ്ണിന്റെ ഉള്ളിൽ സൂര്യൻ ഉദിച്ചാൽ എന്ന പോലെ മറ്റൊന്നും കാണപ്പെടില്ല അവിടെ. അവർ എന്തു ചെയ്യും? തമ്മൈ അഴിത്ത് അതുവേ ആശ്ചര്യമാം. ആ സൂര്യൻ ഉള്ളിൽ ഉദിച്ചു കഴിഞ്ഞാൽ, ജ്ഞാനസൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അത് തന്നെ അഴിക്കും എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തെ നശിപ്പിക്കുമെന്നർത്ഥം. പിന്നെ അഹങ്കാരം, ഒരു വ്യക്തിത്വം ബാക്കി ഉണ്ടാവില്ല. അത് ആശ്ചര്യമാണ്. ആ സ്ഥിതി അത് അനുഭവിച്ച് തന്നെ അറിയണം എന്നാണ്. എത്രയൊക്കെ വർണ്ണിച്ചു കേട്ടാലും, ഏതൊക്കെ ഉപമകൾ നിരത്തിയാലും ആ അനുഭവം അനുഭവിച്ച് രസിക്കേണ്ടതാണ്, അനുഭവിച്ച് ആസ്വദിക്കപ്പെടേണ്ടതാണ്. അതൊരു അത്ഭുതമാണ്. ആത്മസാക്ഷാത്കാരം എന്നുള്ളത് വലിയ അത്ഭുതമാണ്, വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന അത്ഭുതമാണ്. അങ്ങനെ ആത്മസാക്ഷാത്കാരം നേടിയ ആളും അത്ഭുതമാണ്, അയാളുടെ പറച്ചിലും അത്ഭുതമാണ്, കേൾക്കുന്നവരും അതുപോലെ അത്ഭുതമാണ്. ആശ്ചര്യോ വക്ത കുശലോസ്യ ശ്രോത ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി ച അന്യശൃണോതി. അന്യശൃണോതി അത് നാലാമത്തെ വരി. മൂന്നാമത്തെ വരി ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി ച അന്യശൃണോതി. മൂന്നാമത്തെ വരിയാണ് ഞാൻ ചോദിക്കുന്നത്. ഓ, ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം. ഈ ആത്മാവിനെ ഒരാൾ ആശ്ചര്യം എന്ന പോലെ കാണുന്നു എന്ന് പറഞ്ഞാൽ, ഗുരുമുഖത്ത് നിന്നും ഈ സത്യത്തെ കുറിച്ച് കേൾക്കുമ്പോൾ എന്തോ ഒരു വിചിത്ര വസ്തുവാണെന്ന് അയാൾ കരുതുന്നു. അയാൾ തന്നെയാണ്, അയാളുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആചാര്യൻ. ആശ്ചര്യവത് വദതി ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി അല്ല ആശ്ചര്യവത് വദതി അന്യഃ തഥൈവ ചാന്യഃ ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ. ഒരാൾ ഇതിനെ ആശ്ചര്യം എന്ന പോലെ പറഞ്ഞു കൊടുക്കുന്നു, ഉദ്ബോധിപ്പിക്കുന്നു. വേറൊരാൾ ആശ്ചര്യ വസ്തു എന്ന പോലെ കേൾക്കുന്നു. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് മാറിപ്പോകുന്നതാണ്. ആശ്ചര്യവച്ച ചൈനം അന്യശൃണോതി. ആശ്ചര്യം എന്ന പോലെ വേറൊരാൾ കേൾക്കുന്നു. ഒരാൾ പറയുന്നു, വേറൊരാൾ കേൾക്കുന്നു. അത്ഭുതം എന്തെന്നോ, ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. ഇതിനെ കേട്ടിട്ടും കുറെയൊക്കെ ബുദ്ധി കൊണ്ട് ഗ്രഹിച്ചിട്ടും ഈ സത്യത്തെ ആരും സാക്ഷാത്കരിക്കുന്നില്ല, വേണ്ടവണ്ണം മനസ്സിലാക്കുന്നില്ല, അവരുടെ അനുഭവത്തിൽ അത് പ്രകാശിക്കുന്നില്ല. അതൊരു വലിയ ആശ്ചര്യമാണെന്ന്. ഗംഭീരമായ ഈ സത്യത്തെ ഗംഭീരനായ ഒരു ഗുരു പക്വതയുള്ള ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹവും കേൾക്കുന്നു, കുറെയൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നു. പക്ഷെ എത്ര ശിഷ്യന്മാർക്ക് അനുഭവം ഉണ്ടാവുന്നു? അങ്ങനെ അനുഭവം ഉണ്ടാകാതിരിക്കുന്നത് ഒരു ആശ്ചര്യമാണെന്നാണ്. ഇനി അനുഭവം ഉണ്ടായാൽ അതും ആശ്ചര്യമാണെന്ന്. ഇത്രയേറെ ശാസ്ത്രങ്ങൾ ഏതൊക്കെ രീതിയിൽ ഈ സത്യത്തെ വിശകലനം ചെയ്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടും നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് ഒരു അത്ഭുതമല്ലേ? ഇനി മനസ്സിലാക്കിയാൽ അതും അത്ഭുതമാണ്. കാരണം അപൂർവമായി മാത്രമേ അത് സംഭവിക്കുന്നുള്ളൂ. അതാണ് ആശ്ചര്യമാം, അത് അത്ഭുതമാണ്. ഏത്? ഈ സത്യത്തെ കണ്ട് തൻ്റെ ഉള്ളിലുള്ള അഹങ്കാരം നശിക്കുക എന്നുള്ളത് അത്ഭുതമാണ്. അജ്ഞാനദശയിൽ ജീവൻ ദേഹത്തെ താനെന്ന് അഭിമാനിക്കയാൽ ദേഹമഹം എന്ന ഭാവന തടിച്ച്
മറ്റൊന്നും അഹമല്ലാതെ നിൽക്കുന്നു. ദേഹമഹം, ഞാൻ ശരീരമാണ് എന്നുള്ള ഭാവന ഉള്ളിൽ തടിച്ചു കൊഴുക്കുന്നു, വളരെ ദൃഢമായിരിക്കുന്നു. അതുകൊണ്ട് മറ്റൊന്നും ഞാനല്ല, ഞാനെന്ന് പറഞ്ഞാൽ ഈ ശരീരം തന്നെ എന്ന് അജ്ഞാനത്തിൽ കഴിയുന്ന ജീവന്മാർ മോഹിച്ചു പോകുന്നു. എന്നാൽ ജ്ഞാനദശയിലാകട്ടെ എന്ത് സംഭവിക്കുന്നു? ജ്ഞാനദശയിലാകട്ടെ ജ്ഞാനമാണ് താൻ എന്ന് പറഞ്ഞാൽ അറിവ്, അനുഭവം, ബോധം താനെന്ന് ദൃഢമായി ഉറച്ച് ശിവോഹം എന്ന ദൃഢനിലയിൽ മുമുക്ഷു നിൽക്കുന്നു. മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ തന്നെ ശിവോഹം, ഞാൻ ബോധമാണ് എന്നുള്ള ഭാവനയിൽ നിൽക്കുന്നു. അജ്ഞാനികളോ ഞാൻ ദേഹമാണ് എന്നുള്ള ഭാവനയിൽ നിൽക്കുന്നു. അരുൾമയമായല്ലാതെ ദേഹമയമായി അയാൾ തന്നെ ഒരിക്കലും കാണുന്നില്ല. ആര്? മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുന്നവൻ. അങ്ങനെ അരുൾ രൂപം കൊണ്ട് നിൽക്കുന്ന തീവ്ര പക്വന് അന്യമായ ദേഹാദി പ്രപഞ്ചത്തിൽ ഒന്നിനോടും ബന്ധമുണ്ടാകുകയില്ല. ദൃഷ്ടാന്തം, അർക്കപ്രകാശത്താലാണല്ലോ വസ്തുക്കളെ നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയുന്നത്. സൂര്യപ്രകാശത്തിലാണ് നമ്മൾ വസ്തുക്കളെ കാണുന്നത്. അർക്കന്റെ പ്രകാശത്താലാണെങ്കിലും നാം കാണുന്നത് നമ്മുടെ കണ്ണ് തന്നെ ഉപയോഗിച്ചുമാകുന്നുവല്ലോ. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നാം വസ്തുക്കളെ കാണുന്നു, പക്ഷെ കാണുന്നത് എൻ്റെ കണ്ണുകൊണ്ടല്ലേ? ആണ്. സൂര്യന് ഒരു അന്ധനെ കാണിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? സൂര്യൻ എത്ര വേണമെങ്കിലും ശക്തിയായി തീവ്ര പ്രകാശത്തോടു കൂടി പ്രകാശിച്ചോട്ടെ, അന്ധന് കാഴ്ചയുണ്ടാക്കാൻ സൂര്യന് കഴിവില്ല. ഈ സൂര്യനെ പോലും കാണാൻ നമ്മുടെ കണ്ണുകളെയാണ് നാം വിനിയോഗിക്കേണ്ടത്. കണ്ണുള്ളവന് മറ്റു പലതിനെയും സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ കാണാൻ പറ്റും, അത് ശരി. അപ്പൊ കണ്ണാണ് പ്രധാനം എന്നാണ്, സൂര്യനില്ല. ഹർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണ്, കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ്, അതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണായ നമഃ. അതുപോലെ തന്നെയാണ് ഏകശ്ലോകിയിലും കിം ജ്യോതിസ്തവ ഭാനുമാൻ അഹനിമേ രാത്രൗ പ്രദീപാധികം സ്യാദേവം രവിദൈവ ദർശന വിധൗ കിം ജ്യോതിരാഖ്യാഹിമേ ചക്ഷുഹു തസ്യ നിമീലനാദി സമയേ കിം ധീഹി ധിയോ ദർശനേ കിം തത്ര അഹം അതോ ഭവാൻ പരമകം ജ്യോതിഹി തദസ്മി പ്രഭോ. ആത്മാവാണ് അന്തിമമായ പ്രകാശം, മറ്റുള്ളതൊക്കെ അതിനോടുകൂടെ ചേർന്ന് പ്രകാശിക്കുന്നു. നതത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയം അഗ്നിഹി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിദം വിഭാതി. അതിന്റെ പ്രകാശത്തിലാണ് ഈ കാണുന്നതെല്ലാം പ്രകാശിക്കുന്നത്. അതുകൊണ്ട് അത് പരമപ്രകാശം തന്നെയാണ്. അതിനെ കവച്ചു വെക്കുന്ന മറ്റൊരു പ്രകാശം ഈ പ്രപഞ്ചത്തിലില്ല. നാം കാണുന്നത് നമ്മുടെ കണ്ണ് തന്നെ ഉപയോഗിച്ചുമാകുന്നുവല്ലോ. എന്നാൽ ആ അർക്കൻ തന്നെ നമ്മുടെ കണ്ണിനകത്ത് നിന്ന് പ്രകാശിച്ചു എന്നിരിക്കട്ടെ. അതായത് കണ്ണിൽ സൂര്യൻ ഉദിച്ചു എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഈ സൂര്യൻ കണ്ണിന്റെ ഉള്ളിലാണ് ഉദിച്ചത്, പുറത്തല്ല, ആകാശത്തിലല്ല. കണ്ണിനകത്താണ് പ്രകാശിച്ചതെങ്കിൽ അപ്പോൾ നമുക്ക് മുൻപോലെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് വസ്തുക്കളെ കാണുവാൻ കഴിയുമോ? ഇല്ല. ഒരു പ്രകാശ പ്രളയത്തിൽ എല്ലാം അസ്തമിച്ചു പോകും, വിശേഷിച്ച് അവിടെ ഒന്നും ദൃശ്യമാവില്ല, ഇല്ല തന്നെ. ആ സമയം എല്ലാറ്റിനെയും കാണുന്നത് അർക്കൻ മാത്രമല്ലാതെ നമ്മുടെ കണ്ണാകാൻ തരമില്ല. കണ്ണിനകത്ത് സൂര്യൻ ഉദിച്ചാൽ കണ്ണിന് കാണാനുള്ള കഴിവ് നഷ്ടപ്പെടും. പിന്നെ കാണുന്നതാരാ? കണ്ണിനകത്തുള്ള സൂര്യൻ. ഇതുപോലെ ജീവഭാവം മാറി പരമാത്മ സൂര്യൻ ഉള്ളിൽ ഉദിച്ചാൽ പിന്നെ നമ്മുടെ ജോലിയൊക്കെ അദ്ദേഹം ഏറ്റെടുത്തു എന്ന്. പിന്നെ ഞാനെന്നൊരു ഭാവം വേറിട്ടില്ല, പിന്നെ അദ്ദേഹത്തിന്റെ കളിയാണ്. ജീവന് പിന്നെ വിശേഷിച്ച് ഒന്നും ചെയ്യാനില്ല. ആ സമയം എല്ലാത്തിനെയും കാണുന്നത് അർക്കൻ മാത്രമല്ലാതെ നമ്മുടെ കണ്ണാകാൻ തരമില്ല. ആയതുപോലെ അരുളാകുന്ന അർക്കൻ നമ്മിൽ ഉദയം ചെയ്ത് പ്രകാശിക്കുമ്പോൾ, ഈശ്വര അനുഗ്രഹം, കൃപ, ഭഗവത് അനുഗ്രഹം അത് ഉള്ളിൽ പ്രകാശിക്കുമ്പോൾ നാം കാണുന്നതെല്ലാം അരുൾക്കാഴ്ചകളല്ലാതെ മറ്റൊന്നും ആവുകയില്ല. ഒക്കെ ദിവ്യമായി തീരുമെന്നർത്ഥം. കാഴ്ച ദിവ്യമായി പോവും, ഒക്കെ ഭഗവത് സ്വരൂപമായി കാണപ്പെടും. പിന്നെ നല്ലത്, ചീത്ത, ശുഭം, അശുഭം ഇങ്ങനെയുള്ള വേർതിരിവുകളൊന്നും ഉള്ളിലുണ്ടാവില്ല. ഒക്കെ ഭഗവന്മയം, ചിന്മയം എന്ന ബോധമുണ്ടാകും. ആ സമയം നമ്മുടെ ജീവബോധം പാടെ മങ്ങി അരുൾബോധത്തിൽ ലയമടയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ജീവബോധം അടങ്ങിക്കിട്ടുമ്പോഴത്തെ അവസ്ഥ വളരെ അത്ഭുതകരമാണ്. അതിനെയാണ് ആശ്ചര്യം എന്ന് പറഞ്ഞത്. ഈ വിധത്തിൽ നീ മനസ്സിലാക്കി നിന്റെ തുച്ഛമായ ജീവബോധത്തെ അരുൾബോധത്തിൽ പുതച്ച്, നമ്മൾ കുഴിയെടുത്ത് മറ്റു പലതും അതിനകത്തിട്ട് മൂടാറില്ലേ? പുതയ്ക്കുക എന്ന് മലയാളത്തിൽ
മലയാളത്തിൽ പുതയ്ക്കുക എന്ന് പറഞ്ഞാൽ പുതപ്പെടുത്ത് പുതയ്ക്കുന്നതെയാണ് പറയുന്നത്. തമിഴാണത് ശരിക്കും. പുതയ്ത്ത് എല്ലാറ്റിനെയും കുഴിച്ചു മൂടി. ഏതിൽ? ബ്രഹ്മത്തിൽ. ഈ ചപ്പ് ചവറും വേണ്ടാത്ത സാധനങ്ങളും. എന്താണ് വേണ്ടാത്ത സാധനം? പ്രപഞ്ച പദാർത്ഥങ്ങൾ. ഇതൊക്കെ വേണ്ടാത്തതാണ്, വേസ്റ്റാണ്, ഗാർബേജ്. അതിനെയൊക്കെ പരമാത്മാവിൽ കുഴിച്ചു മൂടി അരുൾബോധത്തിൽ പുതച്ച് അരുൾ വഴി മുന്നേറിക്കൊള്ളുന്നതാണ് നിനക്ക് ശ്രേഷ്ഠം. പിന്നെ നിന്നെ ആ അരുൾ നിയന്ത്രിക്കും. അതുവരെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ തലത്തിൽ, വ്യക്തിതലത്തിൽ പല പരിപാടികളുമൊക്കെ ആസൂത്രണം ചെയ്ത് അവസാനം എല്ലാം പാളി ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും നടക്കാതെ ആകപ്പാടെ അലങ്കോലമാവും. ഭഗവാന്റെ നിയന്ത്രണത്തിൽ തന്നെ നിർത്തിയാൽ ഭഗവാൻ നല്ലപോലെ അറിയാം. നമ്മുടെ ഇച്ഛയുണ്ടല്ലോ, ജീവന്റെ ഇച്ഛ, ഇത് എപ്പോഴും ഭഗവത് ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ടേ പോകും. ഭഗവാനിലേക്ക് ആകർഷിക്കുമ്പോൾ ജീവൻ ഇങ്ങോട്ടാണ് വലിക്കുന്നത്. ഒരു വടം വലിയാണ്. എങ്ങോട്ട് ആകർഷിക്കുന്നു ജീവൻ? പ്രപഞ്ചത്തിലേക്ക്, വസ്തുക്കളിലേക്കാണ് തന്നെ പിടിച്ചു വലിക്കുന്നത്. സ്വയം എന്ന് പറഞ്ഞാൽ വസ്തുക്കളിൽ സംഘബദ്ധനായിത്തീരുന്നു. അപ്പൊ ഭഗവാന്റെ പിടി ഭഗവാനെ തോപ്പിക്കുന്നു. ഒരു കണക്കിൽ നമുക്ക് സന്തോഷിക്കാം. ഭഗവാന്റെ പിടിച്ചു വലിയേക്കാളും എന്റെ പിടിച്ചു വലിയാണല്ലോ അവിടെ ജയിക്കുന്നത്. കാരണം അദ്ദേഹം അങ്ങോട്ട് പിടിച്ചു വലിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വലിച്ച് വീണ്ടും പ്രപഞ്ചത്തിലേക്കാണല്ലോ പതിക്കുന്നതെന്ന്. പക്ഷെ അതൊരു വിജയമല്ല കേട്ടോ. ഭഗവാനെ തോപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വിജയമല്ല. ഭഗവാന് വഴങ്ങിക്കൊടുക്കുക, ഭഗവാന്റെ മുമ്പിൽ പരാജയപ്പെടുക, അതാണ് ജീവനെ സംബന്ധിച്ച് യഥാർത്ഥ ജയം. അതുകൊണ്ട് തോറ്റു കൊടുക്കുക എന്നാണ്. കുട്ടികളുടെ മുമ്പിൽ അപ്പൂപ്പനൊക്കെ തോറ്റു കൊടുക്കില്ലേ? കുട്ടി ചെറുതായിട്ടൊന്ന് പിടിച്ച് തള്ളുമ്പോൾ അയ്യോ അപ്പൂപ്പൻ വീണു, ഉടനെ പുറത്ത് കയറി ചവിട്ടി മെതിച്ച് വാസ്തവത്തിൽ അപ്പൂപ്പനോടെ തോൽക്കുകയാണോ ചെയ്യുന്നത്? ഇതുപോലെയാണ് ഭഗവാൻ. തോറ്റു തരികയാണ് പലപ്പോഴും മനുഷ്യരുടെ മുമ്പിൽ. തോറ്റു തരികയാണ്. പാവ സന്തോഷിച്ചോട്ടെ, അങ്ങനെയെങ്കിലും നീ ഒന്ന് സന്തോഷിച്ച് കാണട്ടെ. ഞാൻ ഭഗവാനെ തോൽപ്പിച്ചു, ഭഗവാനെ നിന്ദിച്ചു, അങ്ങനെയെങ്കിലും കുറച്ച് സന്തോഷിച്ചു എന്ന്. അടുത്ത പദ്യം വായിക്കാം. തന്നെ ഇഴപ്പാർക്കെന്ന ശാർവ് ഊഴി ശങ്കാരം എന്നിലൊളിത്തെങ്കേ ഇരിക്കലാം മുന്നേ പുലിപാർക്കപ്പോന കഥൈ പോൽ ഇമയാനാട്ടം ശലിയാമൽ മൂടും തനെ. തന്നെ ഇഴപ്പാർക്ക് എന്ന ശാർവ്. ശാർവ് എന്ന് പറഞ്ഞാൽ ആശ്രയം, ആധാരം. തന്നെ നഷ്ടമാക്കിയവന്, ഇഴക്കുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുത്തുക. തന്നെ നഷ്ടമാക്കിയവന് എന്ന് പറഞ്ഞാൽ ജീവബോധം ഇല്ലാതായവന് എന്ന ശാർവ്. അവർക്ക് എന്താണ് ആശ്രയം? ഈ അഹങ്കാരമല്ലേ ഏതിനോടെങ്കിലും ചേർന്ന് സേഫായിട്ടിരിക്കാൻ ശ്രമിക്കുന്നത്. LIC പോളിസി എടുക്കുന്ന ആര്? ഈ അഹങ്കാരമല്ലേ. ഇതിനാ ഭാവി ഭദ്രത ഉറപ്പാക്കാൻ, ഭാവിയിൽ സുരക്ഷിതത്വം. എന്താണ് സുരക്ഷിതത്വം? 2 ലക്ഷമോ 5 ലക്ഷം രൂപ പൈസയോ, അതാണ് സുരക്ഷിതത്വം. സുരക്ഷിതത്വമാണ് കുടുംബാംഗങ്ങൾക്കാണ്, അവനല്ല. അവൻ മരിച്ചാലേ അത് കിട്ടുകയുള്ളൂ. പോളിസി ഹോൾഡർ മരിക്കണം, എന്നാലേ കുടുംബത്തിന് സുരക്ഷിതത്വം ഉണ്ടാവുകയുള്ളൂ. ഈ എടുത്തവൻ എന്താ പ്രയോജനം? അതിന് പ്രയോജനമൊന്നുമില്ല. അവൻ പോയി. മറ്റുള്ളവരുടെ യോഗക്ഷേമം മഹാമ്യഹം എന്നാണ് LIC-കാർ പറഞ്ഞത്. പോളിസി ഹോൾഡറുടെ യോഗക്ഷേമമല്ല, ജീവിച്ചിരിക്കുന്നതിന്റെ യോഗക്ഷേമമല്ല, അല്ല മരിച്ചുപോയവന്റെ യോഗക്ഷേമമല്ല, ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ യോഗക്ഷേമം ഞങ്ങൾ നോക്കിക്കോളാന്നാണ് പറഞ്ഞത്. തന്നെ ഇഴപ്പാർക്ക് എന്ന ശാർവ്. അഹങ്കാരം നശിച്ചവന് എന്താണ് ആശ്രയം? അല്ലെങ്കിൽ അവർക്ക് എന്തുമായിട്ടാണ് ബന്ധം? അവർ സ്വതന്ത്രരായിത്തീരുന്നു. മുക്തി, വിമോചനം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഒന്നുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ ആശ്രയത്വം ഉണ്ടല്ലോ, അതാണ് ബന്ധം. നോക്കൂ, ഭാര്യ ഭർത്താവിനെ ആശ്രയിച്ചിരിക്കുന്നു, ഭർത്താവ് ഭാര്യയെ ആശ്രയിച്ചിരിക്കുന്നു, കുട്ടികൾ ആദ്യം അച്ഛനെ ആശ്രയിച്ചിരിക്കുന്നു, വാർദ്ധക്യകാലത്ത് അച്ഛൻ കുട്ടികളെ ആശ്രയിച്ചിരിക്കുന്നു, സർക്കാർ ജനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു, ജനങ്ങൾ സർക്കാരിനെ ആശ്രയിച്ചിരിക്കുന്നു. ഈ പരസ്പരാശ്രയത്വം വലിയ കുഴപ്പമാണ്. മ്യൂച്വൽ ഡിപ്പെൻഡൻസ്. സ്വതന്ത്രമായ സത്യം മറ്റൊന്നിനെയും ആശ്രയിച്ചിരിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് ശ്രേഷ്ഠമായി വിളങ്ങുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുക. A Bയെ ആശ്രയിക്കുക, B Aയെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടുപേരും ദുർബലന്മാർ എന്നല്ലേ അതിന്റെ അർത്ഥം. ഒന്നിനെയും ആശ്രയിക്കാതെ നിൽക്കുന്ന ഒരു സത്യമുണ്ട്. അതിനെ ആശ്രയിച്ചാണ് ദുർബലങ്ങളായ മറ്റുള്ളവയൊക്കെ നിലനിൽക്കുന്നത്. ആ ഒന്നിനെയും ആശ്രയിക്കാതെ ഇരിക്കുന്ന സത്യത്തിനെ ആശ്രയിക്കുന്നു. അല്ലാതെ ഈ പ്രപഞ്ചത്തിലുള്ള എന്തിനെങ്കിലും ആശ്രയിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവാൻ പോവില്ല. എന്താ? കപ്പലിന്റെ അടിയിലുള്ള ഓട്ടയിൽ കൂടെ വെള്ളം ഇങ്ങനെ കയറി വരികയാണ്. അപ്പോഴെല്ലാവരും കൂടെ ചെന്ന് കപ്പിത്താന്റെ അടുത്ത് പറയാണ്, അങ്ങ് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് രക്ഷ എന്ന്. കപ്പലിലാണ് ദ്വാരം വീണത്.
കുറച്ചു കഴിഞ്ഞാൽ ഈ കപ്പിത്താൻ ഉൾപ്പെടെ എല്ലാവരും ആ കടലിൽ മുങ്ങിച്ചാവും. അപ്പൊ എന്താ, കപ്പിത്താൻ രക്ഷിക്കുന്നതാണ്. അയാൾക്ക് രക്ഷിക്കാൻ പറ്റുന്ന ഘട്ടമുണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞു. സ്റ്റിയറിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ഒന്നും പ്രയോജനമില്ല. കപ്പൽ മുങ്ങാൻ പോവുകയാണ്. ഇപ്പൊ മുങ്ങിക്കപ്പലിലെ കപ്പിത്താന്മാരാണ് നമ്മൾ എല്ലാവരും. ഓരോ വ്യക്തിയും വി ആർ ദ ക്യാപ്റ്റൻസ് ഓഫ് ദ സിങ്കിങ് ഷിപ്പ്. മുങ്ങിപ്പോവുകയാണ്. എന്താണ് ഈ കപ്പൽ? ശരീരം. മുങ്ങുക എന്ന് പറഞ്ഞാൽ അത് നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് നമ്മൾ വേറെ ആര് രക്ഷിക്കാൻ? തന്നെ രക്ഷിക്കാൻ നിവൃത്തിയില്ല, നിർവാഹമില്ല. ഞാൻ നോക്കിക്കോളാം ഡോക്ടർ രോഗിയോട് പറയുന്നു. രോഗി പറയുന്നു, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്, ഡോക്ടർക്ക് എത്ര വേണമെങ്കിലും തരാം, എന്നെ രക്ഷിക്കണം. ഓക്കെ, ഏറ്റു എന്നാണ് പറയുന്നത്. എന്ത് ഏറ്റു? ആരെ രക്ഷിക്കാൻ? ഒരിക്കലും ശരീരത്തെ രക്ഷിക്കാൻ പറ്റില്ല. അത് നശിക്കാൻ വേണ്ടി ഉണ്ടായതാണ്. അപ്പൊ അതിനെ രക്ഷിക്കാൻ നോക്കിയിട്ട് വല്ല കഥയുണ്ടോ, വല്ല കാര്യമുണ്ടോ? നശ്വര പദാർത്ഥങ്ങളെ നശ്വരതയ്ക്ക് വിട്ടുകൊടുക്കൂ എന്ന് പറഞ്ഞാൽ, നശിക്കേണ്ടത് നശിക്കട്ടെ എന്ന് കരുതി സമാധാനമായിരിക്കൂ. നാശമില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കൂ. അതിനെ സ്വന്തമാക്കാനുള്ള വഴി നോക്കൂ. ഇത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. പ്രപഞ്ചത്തിന്റെ നശ്വരതയെ നമുക്ക് മാറ്റാൻ പറ്റില്ല. പ്രപഞ്ചത്തിന്റെ അംശമാണ് ശരീരം, പാഞ്ചഭൗതികമായ ശരീരം. അതിനെയും നമുക്ക് പ്രളയാവസാനം വരെ നിലനിർത്താൻ പറ്റില്ല. അത് നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നശിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കൂ. ഉണ്ടെന്നാണല്ലോ ഋഷിമാര് പറയുന്നത്. അപ്പോ അഹങ്കാരനാശം സംഭവിച്ചവർക്ക് യാതൊന്നുമായും ബന്ധമില്ല. അവർക്ക് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. അവരുടെ ആശ്രയം അവരുടെ തന്നെ സ്വരൂപമായ ആത്മാവാണ്. അവരിൽ സ്ഥിതി ചെയ്യുന്നു, അവരെ തന്നെ ആശ്രയിക്കുന്നു. അതുകൊണ്ടാണ് ഉപനിഷത്ത് പറയുന്നത്, ഈ ആത്മാവ് എവിടെ പ്രതിഷ്ഠിതമായിരിക്കുന്നു എന്നൊരു അവസാന ചോദ്യം ചോദിക്കുന്നുണ്ട്. കുറെ ചോദ്യങ്ങൾക്ക് ശേഷം ഓരോന്ന് എന്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു, അത് ഇന്നതിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു. ആ മറ്റൊന്ന് ഏതിൽ സ്ഥിതി ചെയ്യുന്നു, അത് വേറൊന്നിൽ. ഇങ്ങനെ പറഞ്ഞ് അവസാനം ബ്രഹ്മത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു ഈ ജഗത്ത്. ശരി, ഈ ബ്രഹ്മമോ? അത് മറ്റൊന്നിലും പ്രതിഷ്ഠിതമല്ല. അത് തൻ്റെ മഹിമാവിൽ പ്രതിഷ്ഠിതമാണ്. സ്വേ മഹിംനി എന്നാണ് പറയുന്നത്. തൻ്റെ മഹിമാവ് എന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നിനെയും ആശ്രയിക്കുന്നില്ല. അതിന് ആശ്രയിക്കാൻ അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ ഒന്നിന് ആശ്രയം വേറൊന്ന് എന്നല്ലേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ പരമാത്മാവ് അതിൻ്റെ തന്നെ ആശ്രയമാണ്. എൻ്റെ അടിസ്ഥാനം ഞാൻ തന്നെ. എന്തുകൊണ്ട്? അത് സത്യവസ്തുവാണ്, ഈശ്വര തത്വമാണ്. അതുകൊണ്ട് അതിന് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ശങ്കാരം എന്നിൽ ഒളിത്ത്. ശങ്കാരം എന്ന് പറഞ്ഞാൽ സംഹാരം, നാശം എന്നർത്ഥം. സംഹാരം എന്നിൽ ഒളിത്ത് എങ്കേ ഇരിക്കലാം. ഊഴി അല്ല, അത് പറഞ്ഞല്ലോ. തന്നെ ഇഴപ്പാർക്ക് എന്നെ ശാർവ് ഊഴി ശങ്കാരം എന്നിൽ ഒളിത്ത് എങ്കേ ഇരിക്കലാം. ഊഴി സംഹാരം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച വിലയം. ഊഴി ഭൂമി എന്ന് പറഞ്ഞാൽ അവിടെ പ്രപഞ്ചം എന്നെടുത്തോളണം. പ്രപഞ്ചം എന്നിൽ ഒളിത്ത്, എന്നിൽ അസ്തമിക്കുന്നു, എന്നിൽ മറിഞ്ഞുപോയി. നമ്മളൊക്കെ എന്താ, ഈ പ്രപഞ്ചത്തിൽ നാം ഇല്ലാതെയായി പോകുന്നതാണ്. അതല്ല സംഭവിക്കേണ്ടത്. പ്രപഞ്ചം നിങ്ങളിൽ അസ്തമിക്കണം. അത് മരിക്കുന്നതിന് മുമ്പ് നേടേണ്ടതാണ്. മരണത്തിന് മുമ്പ് പ്രപഞ്ചത്തിന്റെ മരണത്തിന് സാക്ഷ്യം വഹിച്ചിട്ട് ഇവിടുന്ന് കടന്നു പോകും. പ്രപഞ്ചം മരിക്കും. എങ്ങനെ? ദൃശ്യം ദ്രഷ്ടാവിലൊടുങ്ങും. ശ്രദ്ധയെ പുറത്ത് അയക്കാതിരിക്കുക, അന്തർമുഖമാവുക. പ്രപഞ്ചമില്ല. ഉറക്കത്തിൽ എന്തെങ്കിലും ഉണ്ടോ? സുഷുപ്തിയിൽ എന്ത് പ്രപഞ്ചമാണുള്ളത്? ഒക്കെ അസ്തമിച്ചില്ലേ? എവിടെ അസ്തമിച്ചു? തന്നിൽ. പക്ഷെ അത് മനസ്സിലാവുന്നില്ല. ഈ പ്രപഞ്ചം തന്നിൽ അസ്തമിച്ചു എന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ഉറങ്ങിപ്പോയി, ബാക്കിയൊക്കെ കാര്യങ്ങൾ പുറത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഉണർന്നു വരുന്നത് ആരാ? ഞാൻ ഉണർന്നു വരുമ്പോഴല്ലേ പ്രപഞ്ചാനുഭവം. ഞാൻ ലയിക്കുമ്പോഴല്ലേ പ്രപഞ്ച വിലയം. അപ്പോൾ ഈ പ്രപഞ്ചം എന്നെ ആശ്രയിച്ചല്ലേ ഇരിക്കുന്നത്. മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. ഞാൻ എന്നുള്ള ഭാവം ഉണർന്നു വരുന്നതിനെയാണ് നമ്മൾ ജാഗ്രത എന്ന് പറയുന്നത്. ഞാൻ എന്ന ഭാവം ലയിച്ചു പോകുന്ന അവസ്ഥയാണ് സുഷുപ്തി. ജാഗ്രതയിൽ പ്രപഞ്ചമുണ്ട്, സുഷുപ്തിയിൽ പ്രപഞ്ചമില്ല. അപ്പൊ ഞാനിനെ ആശ്രയിച്ചല്ലേ ഈ പ്രപഞ്ചം. എന്നാലും നമ്മുടെ മനസ്സത് സമ്മതിക്കില്ല. പ്രപഞ്ചം പുറത്തുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്ന് വിചാരിച്ചു പോയതുകൊണ്ട് അത് പുറത്തുണ്ട്. ഞാൻ ഉറങ്ങി, ഞാൻ എണീറ്റു. പ്രപഞ്ചത്തിൽ ഞാൻ ഉറങ്ങി, പ്രപഞ്ചത്തിൽ എണീറ്റു. തെറ്റാണ്. നിങ്ങളിൽ പ്രപഞ്ചം ഉറങ്ങി, പ്രപഞ്ചം എണീറ്റു. അതാണ് ശരി. കാരണം ആ പ്രപഞ്ചത്തിന്റെ സാക്ഷി നമ്മളല്ലേ. എന്നിൽ ഒളിത്ത്, എന്നിൽ പ്രപഞ്ചം ഒളിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ വിലയം പ്രാപിച്ചു. എങ്കേ ഇരിക്കലാം. അത് എവിടെ പോയി ഒളിക്കും എന്നാണ് ചോദിക്കുന്നത്.
ഞാൻ അനുഭവിക്കുന്ന പ്രപഞ്ചം എന്നിലല്ലാതെ വേറെ എവിടെ പോയി ഒടുങ്ങും? നിങ്ങളുടെ കയ്യിൽ ഉത്തരവുണ്ടോ എന്നാണ് നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ അനുഭവിക്കുന്ന എൻ്റെ അനുഭവ വിഷയമായ പ്രപഞ്ചം എന്നിലല്ലാതെ വേറെ എവിടെ ചെന്ന് മറയും? എന്നിൽ തന്നെ ഒടുങ്ങും. സത്യം സാക്ഷാത്കരിക്കുമ്പോൾ ആ ഒടുങ്ങുന്നത് അനുഭവിക്കുകയും ചെയ്യാം. എന്നിലൊളിത്തെങ്കേ ഇരിക്കലാം മുന്നേ പുലി പാർക്കപ്പോന കഥയി പോൽ. പണ്ട് ഒരാള് പുലി അന്വേഷിച്ചു പോയ കഥ പോലെ. മുന്നേ പുലി പാർക്കപ്പോന കഥയി പോൽ. ഒരാൾ എന്ത് ചെയ്തു? പുലി അന്വേഷിച്ചു പോയി. പുലി എന്ത് ചെയ്തു? ഇവനെ അടിച്ചു കൊന്ന് അത് ഭക്ഷിച്ചു. കൊല്ലാൻ പോയവൻ ഭക്ഷണമായി തീർന്നു. ഇതുപോലെയാണ് ഈ ഞാൻ ആരെന്ന് അന്വേഷിച്ച് ഉള്ളിലേക്ക് പോകുമ്പോൾ ഇവയില്ല, ഇവൻ ഭഗവാന്റെ ഭക്ഷണമായി തീരുന്നു. നേരത്തെ പറഞ്ഞില്ലേ, വയം ദേവസ്യ ഭോജനം. പുലി എന്താണ്? പുലിയെ കണ്ടുപിടിക്കാം, അതിനെ കെട്ടി വലിച്ചോണ്ട് വരാം എന്നൊക്കെ വിചാരിച്ചു പോയ ഒരുത്തൻ പുലിയുടെ ഭക്ഷണമായി തീർന്നു. അതുപോലെയായി എന്താ? ആത്മാവിനെ അന്വേഷിച്ചു പോയ ഞാൻ, ആത്മാവാകുന്ന പുലിയെ പിടിക്കാൻ പോയ ആളാണ് ഈ ജീവൻ, വ്യക്തി. അവസാനം പോയപ്പോ ഈ വ്യക്തിയെ ആത്മാവാകുന്ന പുലി ഭക്ഷിച്ചു എന്നാണ്, ഞാനില്ല. അതാണ് മുന്നേ പുലി പാർക്കപ്പോന കഥയി പോൽ ഇമയാനാട്ടം. ഇമയാന്ന് പറഞ്ഞാൽ കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ടിരിക്കുക. ശ്രദ്ധയാണ് ആത്മസാക്ഷാത്കാരത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ആത്മാവിൽ ശ്രദ്ധയുള്ളവരായിരിക്കൂ. ആത്മാവിനെ കുറിച്ച് തന്നെ കേൾക്കൂ, അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കൂ. പുറമേയുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ, എപ്പോഴും ഞാൻ 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 ഈ ഉള്ളിലുള്ളത്. ആരാണിത്? എത്ര കാലമായി? നീ ആരടാ എന്ന് തന്നോട് ചോദിക്കണം. പുറത്തുള്ള മറ്റൊരാളോടല്ല, നീ ആര് എന്ന് തന്നോട് തന്നെ ചോദിക്കണം. പോൽ ഇമയാനാട്ടം. ആത്മാവിനെ ആരാ കണ്ടെത്തുന്നത്? അതിനെ കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ട് ഇരിക്കുന്നവർക്കാണ് അത് സിദ്ധമാകുന്നത്. എന്നാൽ ഈ കണ്ണുകൊണ്ടല്ല, ജ്ഞാനക്കണ്ണുകൊണ്ട്, അന്തർദൃഷ്ടി കൊണ്ട് അതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ആ ശ്രദ്ധയുള്ളവന് താൻ ആരാണ് എന്നുള്ള കാര്യം വ്യക്തമാകും. പുലിപാർക്കപ്പോന കഥയി പോൽ ഇമയാനാട്ടം ശലിയാമൽ മൂടും തനൈ. ശലിയാമൽ എന്ന് പറഞ്ഞാൽ ചലിക്കാതെ, മനസ്സ് നിശ്ചലമാകുമ്പോൾ, ചിത്തവൃത്തികളൊക്കെ ഉള്ളിൽ അസ്തമിക്കുമ്പോൾ, മൂടും തനൈ. തനൈ മൂടും, തന്നെ വന്ന് മൂടും. ഏത്? സത്യം. സത്യം തന്നെ വന്ന് മൂടിയാൽ, തന്നെ വിഴുങ്ങിക്കഴിഞ്ഞാൽ സത്യത്തെ സാക്ഷാത്കരിക്കാൻ ആളില്ല. പുലിയെ പിടിക്കാൻ പോയവൻ പുലിയുടെ ഭക്ഷണമായി തീർന്നാൽ പുലിയുടെ വയറ്റിനകത്ത് എന്തുണ്ട് എന്ന് അയാൾക്കറിയാൻ പറ്റുമോ? ജീവനോടെ വിഴുങ്ങിയാൽ ശരി, മലമ്പാമ്പാണ് വിഴുങ്ങുന്നതെങ്കിൽ ശരി, മരിക്കുന്നില്ല. വയറ്റിനകത്ത് നിന്ന് അതിന്റെ കുടൽമാലയും ആന്തര അവയവങ്ങളും ഒക്കെ ചെന്ന് കാണാം. ഇത് അടിച്ചു കൊന്ന് പുലി ഭക്ഷിച്ചു കഴിഞ്ഞാൽ പുലിയെക്കുറിച്ച് ഈ ഭക്ഷണം ആയ മനുഷ്യന് എന്തറിയാൻ പറ്റും? ഇത് തന്നെയാണ് ആത്മജ്ഞാനത്തിന്റെ കാര്യത്തിലും. അതിനെ അറിയാൻ പോകുന്നവൻ അതിൽ ലയിച്ചില്ലാതെയായി. ഉപ്പുപാവ കടലിന്റെ ആഴം അളക്കാൻ ഇറങ്ങിയതുപോലെ. അപ്പൊ ഭഗവാന് ഭക്ഷണമാകും ഞാൻ എന്നൊരു ദൃഢനിശ്ചയം എടുക്കുക. ഞാൻ ഭഗവാനെ സാക്ഷാത്കരിക്കുന്നല്ല, ഞാൻ ഉള്ളിടത്തോളം അത് സാധ്യവുമല്ല. ഞാനിനെ ഭഗവാന് സമർപ്പിക്കൂ. ഭഗവാൻ എന്താണെന്നുള്ളത് മനസ്സിലാവും. ആർക്ക്? ഭഗവാന്. അവിടെ ഞാനില്ലല്ലോ. ഈ അറിയാൻ പോയ വ്യക്തിത്വം അതിൽ ലയിച്ചില്ലാതാവുകയല്ലേ. അപ്പൊ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം എന്തിനാ വേണമല്ലോ? കാരണം ഈ ഭഗവാനാണല്ലോ താൻ ഭഗവാനിൽ നിന്ന് ഭിന്നനായ ഒരു ജീവനാണെന്ന് ഇത്രയും കാലം കരുതിയത്. ആ ഭഗവാന് ഭഗവത്ജ്ഞാനം ഉണ്ടാവണ്ടേ? അതിന് ഈ ഞാൻ മാറണം. അപ്പൊ ഭഗവാനെ അറിയും. അല്ലാതെ ഭഗവാൻ നേരത്തെ അജ്ഞാനിയായിരുന്നു എന്നല്ല. ഭഗവാന് അറിവുണ്ടാകേണ്ട കാര്യമില്ല. ഈശ്വരൻ തന്നെ ജീവരൂപത്തിൽ പ്രകടമായി. അപ്പോ തന്റെ സ്വരൂപം മറന്നുപോയി. താൻ ആരെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാൻ പറ്റാതെയായി. ജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിച്ചു, സത്യം സാക്ഷാത്കരിച്ചപ്പോൾ ഈ ഞാനില്ല. പിന്നെ ആരുണ്ട്? ഭഗവാൻ, ബ്രഹ്മം. അതിന്റെ വ്യാഖ്യാനം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. അതിപക്വന്റെ ഉറ്റ യത്നം ജീവബോധത്തെ നശിപ്പിക്കുകയായിരിക്കുമല്ലോ. അങ്ങനെ യത്നിക്കുന്നവന് മറ്റുള്ള വസ്തുക്കളിൽ യാതൊന്നിനോടും ഒരാസക്തിയും ഉണ്ടായിരിക്കില്ല. ജീവബോധം നീങ്ങിക്കഴിഞ്ഞാൽ അവൻ അരുളിൽ വിശ്രമം കൊണ്ട് ആനന്ദത്തിൽ മുഴുകുക തന്നെ ചെയ്യും. അവന്റെ ഈ അവസ്ഥയെ ഊഴി സംഹാരകാലം എന്ന് തന്നെ, ധാത്രീവാസ സംഹാരകാലം എന്ന് ജ്ഞാനികൾ പേരിടും. ഊഴി സംഹാരം, പ്രളയം, പ്രപഞ്ചത്തിന്റെ ലയം എന്നാണ്. ധാത്രീവാസ സംഹാരം എന്ന് പറഞ്ഞാൽ, ധാത്രി എന്ന് പറഞ്ഞാൽ പോറ്റമ്മ, വളർത്തമ്മ എന്നാണ് അർത്ഥം.
ധാത്രീവാസ സംഹാരം എന്നുള്ളതിന് എന്താണ് അർത്ഥം എന്ന് എനിക്ക് ഭൂമി എന്നുള്ളത്. പക്ഷെ അത് ധരിത്രിയല്ലേ. ധാത്രി എന്ന് പറഞ്ഞാൽ വളർത്തമ്മയാണ്. എനിക്ക് തോന്നുന്നത് അത് ധരിത്രീവാസ സംഹാരം എന്നായിരിക്കും. ഊഴി എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം. പ്രപഞ്ചം ലയിച്ചു പോകുന്ന സ്ഥിതി എന്നാണ് ജ്ഞാനികൾ വിളിക്കുന്നത്. അങ്ങനെ അരുളിൽ നിമഗ്നരാകുന്നവർക്ക് ഊഴി സംഹാര പ്രളയകാലത്തിൽ ഒരുവനും ഒളിച്ചിരിക്കാൻ മറ്റൊരു സ്ഥാനവും ഇല്ലാത്തതുപോലെ പ്രപഞ്ചത്തെ മുഴുവൻ പ്രളയം ഗ്രസിക്കുമ്പോൾ നമ്മൾ എവിടെ പോയി ഒളിക്കും? മൊത്തമായി പ്രപഞ്ചം തന്നെ ലയിച്ചു പോവുകയാണ്. എവിടെ ഓടിയാലും രക്ഷയില്ല. അങ്ങനെ ഒളിച്ചിരിക്കാൻ മറ്റൊരു സ്ഥാനവും ഇല്ലാത്തതുപോലെ ഈ അതിപക്വനും മാറി നിന്ന് വിശ്രമിക്കാൻ അരുൾ ഒഴിച്ച് മറ്റൊരിടവും കാണുകയില്ല. ഭഗവാൻ പ്രപഞ്ചത്തെ ഗ്രസിക്കുമ്പോൾ, കാലരൂപിയായ ഭഗവാൻ പ്രപഞ്ചത്തെ ഗ്രസിക്കുമ്പോൾ നമ്മൾ എവിടെ ഓടിയിട്ട് എന്ത് പ്രയോജനം? ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുക. അദ്ദേഹമാണല്ലോ ഗ്രസിക്കുന്നത്. അപ്പൊ ഒളിക്കാൻ മറ്റൊരു സ്ഥലവും ഇല്ലാതെയാവും. അരുളിന് അഭിമുഖമായി നിൽക്കുന്നവർക്കുണ്ടാകുന്ന അനുഭവത്തിന് സദൃശമായി ഞാനൊരു ദൃഷ്ടാന്ത കഥ പറയാം, കേൾക്കുക. ഒരുവൻ പുലിയെ കാണുവാൻ ആഗ്രഹത്തോടെ നടന്ന് ഒടുവിൽ പുലി വിശ്രമിക്കുന്ന ഗുഹയിലേക്ക് പോയി. അയാൾ ആ ഗുഹാമുഖത്തിൽ ചെന്ന് പുലിക്ക് അഭിമുഖമായി നിന്ന ഉടൻ തന്നെ ആ പുലി അവനെ ചാടിപ്പിടിച്ച് ഭക്ഷിച്ചു കഴിഞ്ഞു. അകത്തുനിന്ന് പുലി ചാടി വന്നു, ഒറ്റയടിക്ക് കൊന്ന് തിന്നുകയും ചെയ്തു. ഇതുപോലെയാണ് അതിപക്വൻ അരുളിന് അഭിമുഖമാകുന്ന നിമിഷം, ഉന്മേഷ നിമിഷങ്ങളാകുന്ന ദിനരാത്രങ്ങൾ അഭേദമായി തീരുന്ന ഇമയാനാടം എന്ന ശിവം. ഇമയാനാടമല്ല, തെറ്റാണ്, ഇമയാനാട്ടം. ആ പദ്യത്തില് ഇമയാനാട്ടം, നാട്ടം എന്ന് പറഞ്ഞാൽ ശ്രദ്ധ, കോൺസെൻട്രേഷൻ, അറ്റൻഷൻ എന്നർത്ഥം. ഇമയാനാട്ടം എന്നാണ് പേര് കൽപ്പിച്ചിരിക്കുന്നത്. ആ അരുൾ പൊരുളാകുന്ന ശിവത്തിന് അഭിമുഖമായി കഴിഞ്ഞാൽ അതിപക്വൻ ഉടൻ തന്നെ ശിവമയമാകുകയാണ് ചെയ്യുന്നത്. പുലിയെ പിടിക്കാൻ പോയ ആളും ഉണ്ടായിരുന്നു, പുലിയും ഉണ്ടായിരുന്നു. പുലി ഭക്ഷിച്ചതോടുകൂടി ആളില്ല, പുലി മാത്രം ബാക്കി. ഇതുപോലെ സത്യം ജീവബോധത്തെ ഗ്രസിച്ച് അതുമാത്രമായി ശേഷിക്കും. അതല്ലാതെ ശിവമാകുവാൻ മറ്റ് തടസ്സമോ താമസമോ അപ്പോൾ ഉണ്ടായിരിക്കില്ലെന്നും ഈ പദ്യത്തിൽ ധ്വനിക്കുന്നു. ശിവമായി മാറാൻ ഒരു കാര്യം മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഞാനിനെ അംഗീകരിക്കാതിരിക്കുക, ഞാനിനെ ഉള്ളുകൊണ്ട് നിഷേധിച്ചു കൊണ്ടേയിരിക്കുക. ഇത് മാത്രമാണ് സത്യത്തിൽ ചെന്നെത്താനുള്ള മാർഗം. തുടർന്നുള്ള പദ്യങ്ങൾ നമുക്ക് നാളെ വായിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.